എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം. കാര്യം രാവിലെ ഒരു 5-6 മണിക്കൂർ ഇവിടെ നിൽക്കുമായിരുന്നു. ശരിക്കും ഞാൻ ഇന്നിവിടെ വന്നിട്ട് വിക്ടോറിയ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതൊരു വലിയൊരു അവസരമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം കുട്ടികളിലെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഒരുപാട് മുകളിലാണ് അവരുന്നില്ല. നമ്മളെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു നിലവാരവുമായി പല കാര്യങ്ങളിലും കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഓപ്പണാണ് കുട്ടികൾ, വളരെ ഓപ്പണാണ്. They are very flexible also. So interaction with the students I always prefer. ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഒരു വളരെ ഞാൻ കണ്ടിട്ടുള്ള മുഖങ്ങളാണ്. എല്ലാവരും ഇല്ല, എന്നാലും നല്ലൊരു വിഭാഗം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിവിടെ വന്നിട്ടുണ്ട്. പാലക്കാട്ടേക്ക് വീണ്ടും വരാൻ കഴിഞ്ഞതിലും എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിലും ആദ്യമായി കുറച്ച് കാര്യം സംസാരിക്കാൻ അവസരം തന്നതിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ബിക്കോസ് ഓഫ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, മണി ഇപ്പോൾ 5:30 ആയി കഴിഞ്ഞു. വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ളതായിരുന്നു രാവിലെ ഇവിടെ സംസാരിച്ചിരുന്ന വിഷയം. നമ്മൾ എന്തുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വളരെ വ്യക്തമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് 2 വ്യക്തികൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന എന്തോ അതാണ് രാഷ്ട്രീയം. വെൻ യു ആർ വൺ, നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടെ തത്വചിന്തയാണ് ഉണ്ടാവുക. വേറൊരാൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് അവിടെ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അന്യന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അപരന് വേണ്ടിയുള്ള ഒരു കരുതലും ഒരു ജാഗ്രതയാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് ഡീലിംഗ് വിത്ത് ദ അതർ. മറ്റൊരാളുമായി ഇടപെടലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയും നിങ്ങളും മാത്രമാണ് ഉള്ളതെങ്കിലും അവിടെ ഒരു രാഷ്ട്രീയം ഉടലെടുക്കുകയാണ്. ലെനിൻ തന്നെ ഒരിക്കൽ പറഞ്ഞതായി, അതായത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയം നിങ്ങളുടെ പുറകെ ഉണ്ട് എന്നുള്ളതാണ്. സംതിങ് ലൈക്ക് യു ആർ ക്രിയേറ്റിംഗ് യുവർ ഷാഡോ ഇൻ ലൈറ്റ്. പ്രകാശം ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ നിഴലുണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞോണം. രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു വ്യക്തിക്കും ഒളിച്ചോടാനേ സാധിക്കില്ല. രാഷ്ട്രീയത്തെക്കുറിച്ച് സാധാരണ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. കുറേ പേര് രാഷ്ട്രീയത്തിൽ ഇടപെടുന്നവരാണ്, രാഷ്ട്രീയവാദികളാണ്. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല, അവർ അരാഷ്ട്രീയവാദികളാണ്. അപൊളിറ്റിക്കൽ എന്ന് പറയും, അരാഷ്ട്രീയവാദം. അരാഷ്ട്രീയവാദം എന്നുകൊണ്ട് പലപ്പോഴും പലരും ഉദ്ദേശിക്കുന്നത് വളരെ പരിമിതമായ അർത്ഥമാണ്. അതായത് കക്ഷി രാഷ്ട്രീയങ്ങളിലൊന്നും പങ്കെടുക്കാത്തവരും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊന്നും കാര്യമായി ഇടപെടാത്തവർക്ക് രാഷ്ട്രീയം ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത്. അത് വളരെ അബദ്ധമാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയവും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാവം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രീതി മാത്രമാണ്. നിങ്ങളൊരു ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. നിങ്ങളിപ്പോൾ നോട്ട വന്നിട്ടുണ്ട്, നോട്ടയൊക്കെ അടിച്ച വീരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ആക്ച്വലി ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അരാഷ്ട്രീയത എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് എന്നാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയില്ല, അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല. നിങ്ങൾ പിന്മാറുമ്പോഴും നിങ്ങൾ കൂടെ ചേരുമ്പോഴും എല്ലാ പാർട്ടികളെയും നിരാകരിക്കുമ്പോഴും എല്ലാ പാർട്ടികളിലേക്കും കാലുമാറുമ്പോഴും ഏതെങ്കിലും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയം ഈസ് സംതിങ് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് അറ്റ്മോസ്ഫിയറിക് എയർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു വിഡ്രോ ഫ്രം ദാറ്റ്. ഒരു മത്സ്യത്തിന് ജലമെന്ന പോലെ നമ്മളെപ്പോഴും രാഷ്ട്രീയത്തിലാണ്. അപ്പം രാഷ്ട്രീയത്തിൽ വിശ്വാസങ്ങൾ 2 രീതിയിൽ പറയാം. ഒന്ന്, രാഷ്ട്രീയ കക്ഷികൾക്ക് കുറേ വിശ്വാസങ്ങളുണ്ട്, ഡോക്ട്രിൻസ് ഉണ്ട്, പൊളിറ്റിക്കൽ റിലീജിയൻസ് ഉണ്ട്. വിശ്വാസം എന്താണെന്ന് ഞാൻ ഈ ഒരു സദസ്സിനോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഒരു വൃത്തത്തിനുള്ളിലുള്ള ഒരു സഞ്ചാരമാണ്, ഒരു ചിന്താഗതിയാണ്. പലപ്പോഴും അതിന് ഒരു പരിചിതമായിട്ടുള്ള ചില അതിരുകളുണ്ട്, ചില തത്വങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിനൊരു റൂട്ട് മാപ്പ് പോലും അവിടെ ഉണ്ട്.
മാറാനുള്ള അവകാശമില്ല. അതാണ് വിശ്വാസത്തിൻ്റെ മറ്റൊരു തെളിവിനോടുള്ള ബഹുമാനമില്ലായ്മ, ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ എവിഡൻസ് ആൻഡ് ലാക്ക് ഓഫ് റെസ്പെക്ട് ഫോർ റിയാലിറ്റി. വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിചിതമായിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയം അങ്ങനെ ആകാൻ സാധിക്കില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വളർച്ചയോടൊപ്പം വന്നൊരു കാര്യമാണ്. നാഗരികത കാട്ടുമനുഷ്യനിൽ നിന്നും, ഗുഹാമനുഷ്യനിൽ നിന്നും, കാട്ടുമനുഷ്യനിൽ നിന്നും, നാട്ടുമനുഷ്യനിൽ നിന്നും നാഗരിക മനുഷ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ മാറുന്നുണ്ട്. നമ്മുടെ രൂപങ്ങൾ, ഭാവങ്ങൾ, ശൈലികൾ, ഭാഷകൾ, ആശയങ്ങൾ ഒക്കെ മാറുന്നുണ്ട്. പക്ഷെ വിശ്വാസങ്ങൾ പലപ്പോഴും ഈ മാറ്റത്തെ പ്രതിരോധിക്കുന്നവയാണ്. ഈ സംതിങ് ലൈക്ക് ഫോസിലൈസേഷൻ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയും. എന്താണ് ഫോസിലൈസേഷൻ? നിങ്ങളൊരു പർട്ടിക്കുലർ ഏജിൽ ഫോസിലായി പോകുന്ന ഒരു മൃഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏജ് പറയാൻ കഴിയും. കേംബ്രിയൻ ഏജോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ജുറാസിക് ഏജ്. അപ്പോൾ ആ ഏജിലുള്ള സാധനമാണ് കിട്ടുന്നത്. അതിന് മുന്നേ ഉള്ള അവസ്ഥ അത് പ്രതികരിക്കും. അതിന് ശേഷമുള്ള ഒന്നും അതിനകത്ത് വരുന്നില്ല. ജുറാസിക് ഏജിലെ ഒരു ഫോസിലിൽ അതിനുശേഷം നടന്നിട്ടുള്ള ഭൗതികമായിട്ടുള്ള, ജിയോഗ്രഫിക്കലായിട്ടുള്ള, ക്ലൈമാറ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ്. ഒന്നും അറിയാനും പറ്റില്ല. അതേ കണക്ക് തന്നെയാണ് വിശ്വാസങ്ങളുടെ കാര്യം. C700 ഒരു മതം എന്ന് പറയുന്നത് അതിനുശേഷം ഈ ലോകത്ത് നടന്നിരിക്കുന്ന ഒന്നുമേ അറിയുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തൊന്നും വരുന്നില്ല. അന്ന് ഭൂമി പരന്നതാണെങ്കിൽ ആ വിശ്വാസിക്ക് ഇന്നും ഭൂമി പരന്നതാണ്. അല്ലെ 2000 വർഷം പഴക്കമുള്ള ഒരു വിശ്വാസമാണെങ്കിൽ അന്ന് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ വെച്ച് സ്റ്റക്കായി പോവുകയാണ്. അതൊരു ഫോസിലാണ്. എവറി റിലീജിയൻ ഈസ് ഇൻ ദറ്റ് സെൻസ് ആൻ ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ഫോസിൽ. പക്ഷെ രാഷ്ട്രീയത്തിന് അങ്ങനെ ആവുക അസാധ്യമാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഈ ഫോസിലൈസേഷൻ അല്ല, മറിച്ച് ഇറ്റ്സ് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, സക്രിയമായിക്കൊണ്ടിരിക്കുന്ന, വളരെ വളരെ സജീവമായിട്ടുള്ള ഒരു സാധനമാണ്. ഇറ്റ്സ് എ പൾസേറ്റിംഗ് തിങ്. നമ്മൾ പറയാറുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ യു ആർ ആക്ച്വലി ആൻ ഓപ്പൺ ഹാർട്ട് സർജറി വിത്ത് കീപ്പിംഗ് ദ ഹാർട്ട് ഓപ്പൺ വിത്തൗട്ട് ദ ഹാർട്ട് ലങ് മെഷീൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ തുടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ കത്തി വെക്കുകയാണ്, അത് തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇടപെടുകയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വളരെ സക്രിയവും സജീവവും ഡൈനാമിക്കുമായിട്ടുള്ള കാര്യമാണ്. വിശ്വാസം നേരെ വിപരീതമാണ്. അതങ്ങനെയല്ല. അത് വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓരോ മുന്നേറ്റത്തെയും പ്രതിരോധിക്കുന്നതാണ്. പണ്ട് ആദ്യം നമുക്കറിയാം ദേശം, വംശം, കുലം, ഇതൊക്കെ ആയിരുന്നു നമ്മളുടെ നിയമങ്ങളും ദ ലോസ് ഓഫ് ഇൻട്രാക്ഷൻസ് നിശ്ചയിച്ചിരുന്നത്. രാഷ്ട്രീയത്തിൻ്റെ ഒരു ബേസ് തന്നെ ലോസ് ഓഫ് ഇൻട്രാക്ഷൻസ്, ബന്ധപ്പെടലിൻ്റെ നിയമങ്ങൾ. ഒരാൾ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബന്ധമാണ് ബേസിക്കലി. അതിൻ്റെ മൈക്രോകോസം എടുക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അവരനുമായിട്ടുള്ള ബന്ധം, സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധം, സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം തന്നെ നമ്മളുമായിട്ട് തന്നെ ഒരു ബന്ധമുണ്ട്. അതൊരു രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ ഒരു ന്യൂറോ കെമിസ്ട്രി പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഒന്ന് തല ചൊറിയണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ തീരുമാനം അനുസരിച്ചാണോ തല ചൊറിയുന്നത് എന്നുള്ളൊരു ചോദ്യം. അതതിൻ്റെ ഒരു സെൽഫും ബോഡിയുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം ഓൾമോസ്റ്റ് നില്ലായിരുന്നു. നമ്മൾ ഇന്ത്യൻ സമൂഹം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു മതവ്യവസ്ഥയും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും കൂടിയായിരുന്നു. സോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് വാസ് ഓൾമോസ്റ്റ് നിൽ. മതം തന്നെയായിരുന്നു അവിടെ രാഷ്ട്രീയം. മതത്തിലെ നിയമങ്ങളാണ് രാഷ്ട്രീയ നിയമങ്ങളായി മാറിയത്. അത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യൻ രാഷ്ട്രീയം അടിസ്ഥാനപരമായി അതിൻ്റെ റൂട്ടിൽ ഉണങ്ങിയ വിറകാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് പച്ചയാണ്, അത് കത്തില്ല. നിങ്ങളെടുത്ത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പുകഞ്ഞു നിൽക്കും. ഗാന്ധിയുടെ രാഷ്ട്രീയമാണ്, മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയം. അദ്ദേഹം ഇളക്കിവിട്ട ഒരു രാഷ്ട്രീയമുണ്ട് ഇന്ത്യയിൽ. രാഷ്ട്രീയം, മതം തന്നെ രാഷ്ട്രീയമാക്കുമ്പോൾ ഒരുപാട് എളുപ്പമുണ്ട്. എളുപ്പമുണ്ടെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ വളരെ പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ വോട്ട് ചോദിക്കാൻ തന്നെ ചെല്ലുമ്പോൾ എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ നമ്മുടെ ആളാണ്, നമ്മുടെ ജാതിയാണ്, നമ്മുടെ മതമാണ് എന്ന് പറയുമ്പം ഈ വോട്ട് ചോദിക്കുന്നവൻ്റെ ജോലി അവിടെ തീരുകയാണ്. അല്ലാതെ ഇവിടെ ഭയങ്കര ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയവനാണ്,
ഇവൻ മുനിസിപ്പാലിറ്റി ടൗൺ ഹാൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൻ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അതിൻ്റെ കണക്ക് താണ്ടെ ഇതാണ് വികസന പ്രവർത്തനങ്ങൾ, പരിഷ്കാരങ്ങൾ, അവൻ അന്തരെ സഹായിച്ചിട്ടുണ്ട്, ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തി. ഇതെല്ലാം പറയുക എന്ന് പറയുന്ന ഒരു ബദ്ധപ്പാടുള്ള ഒരു ജോലിയാണ്. ഈ ജോലികൾ പറയുക മാത്രം, ഇത് ചെയ്യാൻ എവിഡൻസ് നിങ്ങൾ ഹാജരാക്കണം. പക്ഷേ ഇത് പറയുമ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല. നമ്മളെ അന്ന് അടിച്ച ടീമുകളുണ്ടല്ലേ, അവന്മാർ വലിയ പ്രശ്നം. അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്യാം. ഒരു വർഗീയ കലാപം നിങ്ങൾക്ക് വിശദീകരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളും അവരുമായി കഴിഞ്ഞു. അങ്ങനെ ഈ ധ്രുവങ്ങളിലേക്ക് ആളുകളെ മാറ്റാനും നിങ്ങളുടെ പാർട്ടിയിലേക്ക് മാറ്റാനും ഭയങ്കര എളുപ്പമാണ് ജാതിയും മതവും പറയുക. ഇപ്പം ജാതിയും മതവും പറയുന്നവരാരും ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല, അവർ നല്ല ബുദ്ധിമാന്മാരാണ്. രാഷ്ട്രീയത്തിൽ വളരെ എളുപ്പമായിട്ട് ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയിൽ ജാതിയും മതവും പറഞ്ഞ് അനന്തമായ കാലത്ത് നമുക്ക് നിലനിൽക്കാൻ കഴിയും. നമ്മൾ ഇത് തന്നെയാണ് ഇപ്പോൾ ഈ സമകാലിക സാഹചര്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെ കഥ തന്നെ എടുക്കുകയാണെങ്കിലൊന്നും വളരെ രസകരമാണ്. അവിടെ ഉത്തർപ്രദേശിൽ 3 തവണയില്ലെങ്കിലും 2 തവണ വന്നു. ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിൻ്റെ മന്ത്രിസഭ, അല്ലെങ്കിൽ കല്യാൺ സിംഗ് ആണ് ഉത്തർപ്രദേശ് BJPയുടെ രണ്ടാമത്തെ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. വാജ്പേയി ആണ് പ്രധാനമന്ത്രി ആയതെങ്കിലും ആദ്യമായിട്ട് BJPയെ കഴിഞ്ഞ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ 84 ഇലക്ഷന് വെറും 2 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് തൊട്ടടുത്ത ഇലക്ഷനിൽ 85 സീറ്റ് വന്നു. അന്ന് ബാബറി മസ്ജിദ് നടന്നിട്ടില്ല, രഥയാത്രയും നടന്നിട്ടില്ല. രഥയാത്ര നടക്കുന്ന 89-ലാണ്. രഥയാത്രയിലൂടെയാണ് ശരിക്കും അദ്വാനി ഉണ്ടാകുന്നത്. അദ്വാനിയായിരുന്നു BJPയുടെ കരുത്തനായ മനുഷ്യൻ, അയൺ മാൻ എന്നൊക്കെ പറയും. അവർക്ക് കുറേ അയൺ മാൻസ് എപ്പോഴും ഉണ്ടാവും. 3 പേരെയാണ് എപ്പോഴും അവർ പറയുന്നത്: അദ്വാനി, അതുപോലെ തന്നെ സർദാർ പട്ടേൽ, അതുപോലെ തന്നെ നരേന്ദ്രമോദി. സർദാർ പട്ടേൽ എങ്ങനെയാണ് ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും നെഹ്റു കഴിഞ്ഞാൽ രണ്ടാമനുമായ പട്ടേൽ എങ്ങനെയാണ് സംഘപരിവാറിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറിയത് എന്നുള്ളൊരു ചോദ്യം. ഗുജറാത്തിൽ മോദി പട്ടേലിന് വേണ്ടി പണിയുന്ന പ്രതിമ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയാണ്. 185 മീറ്ററാണ് അതിൻ്റെ ഉയരം. 185 മീറ്റർ ഉയരമുള്ള പ്രതിമയെന്ന് പറയുമ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ 93 മീറ്ററേ അതിൻ്റെ പൊക്കമുള്ളൂ. 12 കിലോമീറ്റർ ഏരിയ, വിസ്തൃതമായിട്ടുള്ള ഏരിയയാണ് അത് നിൽക്കുന്ന സ്ഥലം തന്നെ. അതിൻ്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ചെലവ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത് 3000 കോടി രൂപയോളമാണ്. 2989 കോടി രൂപ ചെലവഴിച്ചാണ് സർദാർ പട്ടേലിൻ്റെ പ്രതിമ മോദി ഗുജറാത്തിൽ പണിയുന്നതെങ്കിൽ പട്ടേൽ എത്രമാത്രം സംഘപരിവാറിന് പ്രിയപ്പെട്ടവനായിരിക്കണം എന്ന് ചിന്തിക്കുക. ഒരു സംഘപരിവാർ നേതാവിൻ്റെ പ്രതിമ അവരങ്ങനെ പണിയുന്നില്ല. ഗുജറാത്ത് ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള നേതാവ് മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജിക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രതിമ അവർ നിർമ്മിക്കുന്നില്ല. അപ്പോൾ എന്തായിരിക്കും കാര്യം എന്നുള്ളതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ട്രോജൻ കുതിരയായിരുന്നു സംഘപരിവാറിനെ സംബന്ധിച്ചോളം പട്ടേൽ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകളെല്ലാം കാണുന്നുണ്ട്. പട്ടേൽ പ്രതിനിധീകരിച്ചിരുന്നത് അടിസ്ഥാനപരമായി വിശ്വാസ രാഷ്ട്രീയമായിരുന്നു എന്ന് നമ്മളാരും തിരിച്ചറിഞ്ഞിട്ടില്ല. എങ്കിലും തിരിച്ചറിഞ്ഞ 2 പേരുണ്ട്. ഒന്ന് സംഘപരിവാറും മറ്റൊന്നത് നെഹ്റുവാണ്. നെഹ്റു പല തവണയും പല യോഗങ്ങളിലും മന്ത്രിസഭാ യോഗങ്ങളിലും ഒക്കെ വെച്ച് പട്ടേലിനെ വളരെ നിശിതമായി വിമർശിച്ചതിൻ്റെ കഥകൾ നമ്മളിപ്പോൾ അറിയുന്നുണ്ട്. നെഹ്റുവിൻ്റെ ആത്മകഥയിൽ തന്നെ നെഹ്റു പറയുന്നുണ്ട്, പലർക്കും ദേശീയത എന്ന് പറയുന്നത് കമ്മ്യൂണലിസം, വർഗീയത മറച്ചു വെക്കാനുള്ള ഒരടവാണ് ദേശീയത എന്ന് പറയുന്നത്. നെഹ്റു തന്നെ പറഞ്ഞത് പട്ടേലിനെ കുറിച്ചാണെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഒരു സമകാലീന സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഞാൻ അദ്വാനിയെക്കുറിച്ച് പറഞ്ഞു. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ UPയുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കല്യാൺ സിംഗ് ആണ്. കല്യാൺ സിംഗ് രാജിവെക്കുകയാണ് ചെയ്യുന്നത്. കല്യാൺ സിംഗിന് ശേഷം പിന്നെ വരുന്ന BJPയുടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മോദിയാണ്. ഇപ്പോൾ രഥയാത്ര അദ്വാനിയെ ഉണ്ടാക്കി, ബാബറി മസ്ജിദ് കല്യാൺ സിംഗിനെ ഉണ്ടാക്കി, ഗുജറാത്ത് കലാപം മോദിയെ ഉണ്ടാക്കി. ഒന്നാലോചിച്ച് നോക്കുക, ഒരുപക്ഷെ ഇന്ത്യയിൽ വളരെ എളുപ്പം ഭരണത്തിൽ വരുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു കക്ഷികളാണ് സംഘപരിവാർ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് സംഘപരിവാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ വന്ന് ഇന്ത്യയുടെ അധികാരം പിടിച്ചടക്കിയില്ല എന്നുള്ള ചോദ്യം, അതിനിപ്പോഴും തൃപ്തികരമായ ഒരു ഉത്തരം നമുക്കില്ല.
നമ്മൾ പറഞ്ഞു വന്നത് BJP-യുടെ രാഷ്ട്രീയ വീരന്മാരെല്ലാം ഉണ്ടാകുന്നത് 3 പേരുടെ കാര്യം ഞാൻ പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് സംഘപരിവാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നില്ല എന്നുള്ളത് ഏറിയാൽ ഒരു 5 കൊല്ലത്തിനുള്ളിൽ 10 കൊല്ലത്തിനുള്ളിൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ കക്ഷിയേക്കാൾ കൂടുതൽ ഇന്ത്യൻ മാസിന് സ്വീകാര്യനാവേണ്ടത് ഭൂരിപക്ഷ ദേശീയതയും ഭൂരിപക്ഷ വർഗീയതയും പറയുന്ന ഒരു കക്ഷി ആയിരുന്നു തീർച്ചയായിട്ടും. കാര്യം ഇന്ത്യനിലെ ജനങ്ങൾ അടിസ്ഥാനപരമായി ദേ ആർ കമ്മ്യൂണൽ, അതിനകത്ത് സംശയമൊന്നുമില്ല. വർഗീയ ബോധമുള്ളവർ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും. മതബോധമുള്ളവർ തന്നെയാണ്, ജാതി ബോധമുള്ളവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൈക്കോല് കെട്ടാനുള്ള വള്ളി വൈക്കോലിൽ നിന്നാണ് എടുക്കുന്നതെന്നാണ് നമ്മളിപ്പം പറയുക. നമ്മുടെ നാട്ടിൽ പറയും കച്ചി കെട്ടാനുള്ള വള്ളി കച്ചിയിൽ നിന്ന് എടുക്കും പറയും. അപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയം വരേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ചില നിലപാടുകളുടെ അതിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം വരേണ്ടതാണ്. അപ്പോൾ ജാതിയിലും മതത്തിലും വിശ്വസിക്കുന്ന ദേശീയതയിലുമൊക്കെ വിശ്വസിക്കുന്ന ഒരു ജനതയ്ക്ക് ഭരണകർത്താക്കളായി തീരേണ്ടത് അതിനെ പ്രതിദാനം ചെയ്യുന്ന കക്ഷി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാർ ഒരു 50ൻ്റെ അവസാനമെങ്കിലും ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കേണ്ടതാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതിയിരുന്നു. പക്ഷെ അവർക്ക് സാധിച്ചില്ല. 1-2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഒന്ന്, ഗാന്ധി വധം. മഹാത്മാഗാന്ധിയെ വധിച്ചത് RSS ആണ് എന്നുള്ള ഒരു ആരോപണം. അതുണ്ടാക്കിയിട്ടുള്ള ഒരു ബാഡ് ഇമേജ്. നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകുന്ന വേണ്ട. ഗാന്ധിജിയെ മനുഷ്യൻ സമൂഹത്തിലെ ഒരുപാട് പേര് ഇന്ത്യയിൽ തന്നെ വല്ലാതെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ ഗാന്ധി വധം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനോട് വലിയ അപമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നുള്ളത് നെഹ്റുവിൻ്റെ രാഷ്ട്രീയമാണ്. നെഹ്റു എല്ലാ തരത്തിലും ഒരു അത്ഭുതമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തിരിഞ്ഞു വന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ. നെഹ്റുവിന് എന്തെല്ലാം ന്യൂനതകളുണ്ടെങ്കിലും വ്യക്തിപരമായിട്ടൊക്കെ ഇപ്പം നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുക എന്നുള്ളതാണ് വലത് രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ശ്രമം. അദ്ദേഹം സ്ത്രീലമ്പടനായിരുന്നു, മദ്യപാനിയായിരുന്നു, പശുമാംസം ഭക്ഷിക്കുന്ന ആളായിരുന്നു. അങ്ങനെയൊക്കെ വിവരമില്ല. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയുടെയൊക്കെ ആക്രമണത്തിൻ്റെ കുന്തമനം മുഴുവൻ നെഹ്റുവിന് നേരെയാണ്. കാരണം സംഘപരിവാർ തിരിച്ചറിയുന്നുണ്ട് പട്ടേൽ എന്ന് പറയുന്നത് അമൃതാണെന്നും നെഹ്റു എന്ന് പറയുന്നത് വിഷമാണ് എന്നാണ് അവർ പറയുക. നെഹ്റുവിൻ്റെ മതേതരത്വം എന്ന് പറയുന്നത് നെഹ്റു മതേ തറയാണ് എന്നാണ് അവർ പറയുക. മതേ തരം എന്നുള്ളത് അവർ തറ എന്നാക്കി മാറ്റും. ഇത്രമാത്രം ദേഷ്യം അല്ലെങ്കിൽ ഇത്രമാത്രം വിദ്വേഷം എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ രാഷ്ട്രീയത്തോടുണ്ടാകുന്നത് എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ മനഃപൂർവമോ നെഹ്റു ഇവിടുത്തെ ഭൂരിപക്ഷ ദേശീയ വർഗീയതയെ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ശേഷം വന്നിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി, അതിനുശേഷം വന്നിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് പോലും നമ്മൾ ഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വിഷയത്തിലേക്ക് ഞാൻ ചുരുക്കുകയാണിത്. കാര്യം പല വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ഗോവധ നിരോധന ബില്ല് എന്ന് പറയുന്നൊരു സാധനം, ഈ ഒരു ബില്ലിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിക്കുകയാണ്. എന്താണ് പശുവിൻ്റെ പ്രത്യേകത? പശു സാധാരണ രീതിയിലുള്ള ഒരു മൃഗമാണ്. പക്ഷെ ആ മൃഗം ഹിന്ദുക്കൾക്ക് പൊതുവിൽ വളരെ ദിവ്യമാണ്, പുണ്യമൃഗമാണ്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്, സുരഭി എന്ന് പറയുന്ന സ്വർഗീയ പശുവുണ്ട്. സ്വർഗത്തിലൊരു ലോകമുണ്ട്, സ്വർഗീയ ഗോലോകം. അവിടെ സുരഭിയുണ്ട്. ആ സുരഭിയുടെ മക്കളാണ് ഈ നാട്ടിൽ നമ്മളിന്ന് കാണുന്ന പശുക്കളെല്ലാം എന്നാണ് സങ്കല്പം. വേറെ ഒന്നുമില്ലത്, അതൊരു വിശ്വാസമാണ്. എരുമയ്ക്കോ അല്ലെങ്കിൽ പോത്തിനോ ആടിനോ ഒട്ടകത്തിനോ ഒന്നും അങ്ങനെയുള്ള കഥകളില്ല. ഈ കഥകൾ ഒരു വിഭാഗം ആൾക്കാർ വിശ്വസിക്കുന്നു, അങ്ങനെ പശുവിനെ ദിവ്യമായിട്ട് കരുതുന്നു. ഈ കഥ പിന്നെ വന്ന വിഷ്ണു പുരാണം വരുന്നത് ശരിക്കും BC ഈ AD തന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ. AD-യിൽ ഒരു ആദ്യത്തെ ഒരു 5 നൂറ്റാണ്ട് കഴിഞ്ഞു വരുന്നതാണ് ഈ പുരാണങ്ങളെല്ലാം തന്നെ. പുരാണങ്ങൾ വളരെ അടുത്ത് വരെ ഉണ്ടായിട്ടുള്ള പുരാണങ്ങളുണ്ട്. വൈദിക കാലഘട്ടത്തിൽ ബ്രാഹ്മണർ പശുവിനെ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ബലി കൊടുക്കുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവുകൾ വേദങ്ങളിൽ തന്നെയുണ്ട്. ഒന്നാമത് ബ്രാഹ്മണൻ പലപ്പോഴും ബലി കൊടുക്കുന്ന പശുവിൻ്റെ ശരീരഭാഗങ്ങൾ ഓരോ ഭാഗത്തിനും ഓരോ ആൾക്കാർക്കും ഹൈറാർക്കിക്കലായിട്ടുള്ള അവകാശം ഉണ്ട് എന്ന് പറയുന്ന വരികൾ നൂറുകണക്കിന്. ഇപ്പോൾ ഗോമിഷ്ടോമി യാഗത്തിൽ പശുവിനെ ബലി കൊടുക്കുന്നതിനെക്കുറിച്ച് ചാർവാകന്മാർ ചോദിച്ചതായി മാധവ ആചാര്യരുടെ സർവദർശ സംഹിതയിൽ പറയുന്നുണ്ട്. ചാർവാകന്മാർ ചോദിച്ച സിമ്പിൾ ഇതാണ്: പശുച്ചേന്യഹദാഹ സ്വർഗം ഗോമിഷ്ടോമി ഗമിഷ്യതി സ്വപിതാ യജമാനേന തത്ര കസ്മാന ഹിംസതേ എന്നാണ്. അതായത് ഗോമിഷ്ടോമി യാഗത്തിൽ ബലി കൊടുക്കുന്ന പശു
നേരിട്ട് സ്വർഗത്തിലെത്തുമെങ്കിൽ എന്തുകൊണ്ട് നീ നിൻ്റെ സ്വന്തം തന്തയെ കട്ട് ചെയ്ത് മേളിലോട്ട് വിടുന്നില്ല എന്നുള്ളതാണ് ചോദിച്ചത്. അത് ചാർവാകന്മാരങ്ങനെ ചോദിച്ചതായിട്ട് അതിൻ്റെ എതിരാളികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പശുവിനെ കൊല്ലുക എന്നുള്ളതും പശുവിനെ ബലി കഴിക്കുക എന്നുള്ളതും ഒക്കെ വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. ഏതോ ഒരു ഘട്ടത്തിൽ ബ്രാഹ്മണർ പശുമാംസം തിന്നുന്നത് നിർത്തുന്നുണ്ട്, അതിനകത്ത് സംശയമില്ല. എന്താണ് അതിൻ്റെ കാരണമെന്ന് പല പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ദ്വിജേന്ദ്ര ഝായെ പോലെയുള്ളവർ പറയുന്നത് കലിയുഗം തുടങ്ങിയപ്പോൾ ഇവർ നിർത്തിയെന്നാണ്. കലിയുഗം പുതിയ ആചാരങ്ങളും പുതിയ അനുഷ്ഠാനങ്ങളിലേക്കും ലോകം മുഴുവൻ മാറിയതായിട്ട് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നിർത്തിയെന്നാണ്. എനിക്കതിനോട് അത്ര യോജിപ്പ് തോന്നുന്നില്ല. അങ്ങനെ പെട്ടെന്ന് നിർത്താൻ കഴിയുന്നതാണോ നമ്മളുടെ ശീലങ്ങൾ എന്നുള്ളൊരു പ്രശ്നം. മറ്റൊന്ന് പറയുന്നത് ബൗദ്ധരുടെ അഹിംസ. ബുദ്ധൻ പറഞ്ഞു ഈ ബലിമൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു സാധനം. പശുക്കളെ ഇങ്ങനെ കൂട്ടത്തോടെ 600 പശുക്കളെയൊക്കെയാണ് ഒരു യാഗത്തിൽ കൊല്ലുക. അപ്പോൾ പലപ്പോഴും പശു എന്ന് പറയുന്നത് ക്ഷത്രിയന്, രാജാവിന് വളരെ പ്രിയപ്പെട്ട കാര്യമാണ്, കർഷകന് പ്രിയപ്പെട്ട കാര്യമാണ്. ഈ കർഷകൻ്റെ എരുത്തിലും തൊഴുത്തിൽ നിന്ന് ശേഖരിക്കുന്ന പശുക്കളെയാണ് കൊണ്ടുവന്ന് വെട്ടിയറിഞ്ഞ് കൊണ്ടുവന്ന് തീയിലിടുന്നത്. അപ്പോൾ ബുദ്ധൻ്റെ ഒരു മൂവ്മെൻറ്റ് തന്നെ ഒരു ക്ഷത്രിയ മൂവ്മെൻറ്റാണ് ബേസിക്കലി. ബുദ്ധൻ്റെ ആദ്യകാല അനുയായികളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ ക്ഷത്രിയരായിരുന്നു. ബുദ്ധ ഹിംസെൽഫ് വാസ് എ ക്ഷത്രിയ ആക്ച്വലി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിതാവിനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണാധികാരി വർഗമായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ അഹിംസ എന്ന് പറഞ്ഞാൽ ബുദ്ധൻ ബേസിക്കലി മൃഗബലിക്കെതിരെയാണ് നിന്നത്. ബുദ്ധൻ തന്നെ മാംസം കഴിച്ചതായിട്ടും ബുദ്ധഭിക്ഷുക്കളുടെ ഇടയിൽ മാംസം കഴിച്ചോ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ബുദ്ധൻ അങ്ങനെ മാംസാഹാരത്തിനെതിരായിരുന്നില്ല ബേസിക്കലി. ബുദ്ധമതവും ജൈനമതവുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ജൈനമതക്കാർ പലപ്പോഴും ബുദ്ധിസ്റ്റുകളെ കളിയാക്കാറുണ്ടായിരുന്നു. നിങ്ങളുടെ മൊണാസ്ട്രിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആശ്രമങ്ങളിൽ പശുവിനെ കഴിക്കുന്നു അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ കഴിക്കുന്നു, നിങ്ങൾ അഹിംസയെക്കുറിച്ച് പറയുന്നു എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് നടക്കാറുണ്ട്. ബുദ്ധൻ തന്നെ പലപ്പോഴും പല കഥകളനുസരിച്ചും ബുദ്ധൻ ആദ്യമായിട്ട് ഒരു ജൈനമത സന്യാസിയാകാനായിട്ട് പോയെന്നും അവരുടെ വളരെ എക്സ്ട്രീമായിട്ടുള്ള വളരെ കാർക്കശ്യമുള്ള രീതികൾ കണ്ട് അത് നടപ്പിലാക്കാൻ കഴിയാതെ ഒരു മധ്യമാർഗത്തിലേക്ക് വന്നു എന്നുമാണ് പറയുന്നത്. ആക്ച്വലി ഹി വാണ്ടഡ് ടു ബി എ ജൈൻ സന്യാസി, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പം ജൈനന്മാരുടെ അഹിംസ എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത അഹിംസയാണ്. പക്ഷെ ബുദ്ധിസം പലപ്പോഴും അതിനകത്തൊരു വെജിറ്റേറിയനിസത്തിൻ്റെ കാര്യത്തിലൊരു മധ്യമാർഗമാണ് സ്വീകരിക്കുന്നത്. പല ബുദ്ധിസ്റ്റുകളും പല രാജ്യങ്ങളിലും മാംസാഹാരം കഴിക്കാറുണ്ട്. ഇപ്പം ടിബറ്റൻ ദലൈലാമ തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് മാംസാഹാരം ഇല്ലാതെ പറ്റില്ല, ടിബറ്റൻ ആത്മീയ നേതാവായിട്ടുള്ള. അപ്പോൾ പക്ഷേ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഈ കൊല്ലാതിരിക്കുക എന്നുള്ളത് വളരെ ജനകീയമായി തീർന്നു മൃഗബലിയുടെ കാര്യത്തിൽ തന്നെ. അപ്പോൾ പലരും പറയുന്നുണ്ട് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കാരണമാണ് ബ്രാഹ്മണർ മാംസം കഴിക്കുന്നത് നിർത്തിയത് എന്നുള്ളൊരു സിദ്ധാന്തമുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബുദ്ധമതത്തിൽ ഒരുപാട് മാംസാഹാരത്തോടുള്ള 2 നിലപാടുകൾ ബുദ്ധമതത്തിൽ കാണാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയുന്നത് യഥാർത്ഥ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജൈനമതത്തിനാണ് എന്ന് പറയാം. അത് കുറച്ചുകൂടെ വാലിഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. പക്ഷെ ബുദ്ധനും നമ്മൾ പലപ്പോഴും പാലി ലിപിയിലുള്ള കൃതികളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ബൗദ്ധ ജൈന സംവാദങ്ങൾ കാണാൻ കഴിയും. ഈ ബൗദ്ധ ജൈന സംവാദങ്ങളിലെല്ലാം ബുദ്ധഭിക്ഷുക്കളും ജൈനഭിക്ഷുക്കളുമായിട്ട് സംവാദം നടത്തിയിട്ട് അവസാനം അവരെല്ലാം ജൈനഭിക്ഷുക്കൾ പരാജയപ്പെടുകയും അവരെല്ലാം ബുദ്ധിസ്റ്റുകളായിട്ട് മാറുകയും ചെയ്യുന്ന കഥകളാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു കൊടുക്കൽ വാങ്ങൽ അവിടെ നടക്കുന്നുണ്ട്. ഈ കൊടുക്കൽ വാങ്ങൽ ബുദ്ധമതം വളരെ ജനകീയമായി തന്നു. ഒരുപാട് രാജാക്കന്മാർ ബുദ്ധൻ്റെ കൂടെ ഒഴുകിയെത്തി, ഒരുപാട് സമ്പത്ത് വന്നു, ജനങ്ങളെ പൊതുവിൽ ആകർഷിച്ചു. പക്ഷേ ജൈനമതം ഒരു എക്സ്ട്രീം വെറൈറ്റി പോലെ, ഒരു നക്സലൈറ്റുകൾ പോലെ എന്ന് പറയില്ലേ, ഒരു ജനകീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നക്സലൈറ്റുകളും പോലുള്ള ഒരു വ്യത്യാസം ജൈനമതവും ബുദ്ധമതവും. ഞാൻ ജസ്റ്റ് ഒരു താരതമ്യത്തിന് വേണ്ടി പറഞ്ഞു തന്നെ, കുറച്ചുകൂടെ കൊടുമ്പിരി ഡോക്ട്രിനലായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ജൈനമതത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷെ ഇതെന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് ബ്രാഹ്മണർ ഇത് നിർത്തിയെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു, പക്ഷേ എനിവേ ഇറ്റ്സ് എ ലോങ് പ്രോസസ്. BC ഒരു അവസാനത്തെ 4-ാം നൂറ്റാണ്ട് മുതൽ ഒരു ഗുപ്തകാലം, ഒരു AD 5-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്ന ഒരു 1000 വർഷത്തിനിടയിലാണ് ബ്രാഹ്മണരുടെ ഭക്ഷണ ആഹാര രീതികൾ അടിസ്ഥാനപരമായി നാടകീയമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത്. എല്ലായിടത്തും ഉണ്ടായിട്ടില്ല. ദക്ഷിണേന്ത്യയിലും ഇപ്പോൾ ബംഗാളിലെ ബ്രാഹ്മൺ അവർ ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും. ബംഗാളിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ബീഫ് ക്ലബ്ബുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ അത് അതുകൊണ്ട് അങ്ങനെ ഒരു
ഒരു വ്യത്യാസം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഹിന്ദു മതത്തിൻ്റെ പൊതുവിലുള്ള ആഹാര രീതിയായിട്ട് നോക്കുമ്പോൾ ബ്രാഹ്മണർ ഒരു ബേസിക്കലി ഒരു 10% വരും. നേരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. പക്ഷേ ഈ 10% ആഹാര രീതിയാണ് ബാക്കി 80-90% നിന്നും വരുത്തി തീർക്കലാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നം. ബ്രാഹ്മണർ പശുവിനെ കഴിച്ചിരുന്നില്ല, ഓക്കെ ശരി. പക്ഷെ വാട്ട് അബൌട്ട് അതർ പീപ്പിൾ, ദ ദളിറ്റ്സ്, ദ ബാക്ക്വേർഡ് പീപ്പിൾ? അപ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഗോപാലന്മാരുടെ ഇതായിട്ടുള്ള യാദവ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മോദി ചെന്ന് സംസാരിച്ചത്, UP-യിൽ ബീഹാറിൽ പോയി സംസാരിച്ചത്, ഇവിടെ പിങ്ക് റവല്യൂഷൻ നടക്കുന്നു. നിങ്ങൾക്കറിയില്ല എന്താണ് ഈ പിങ്ക് റവല്യൂഷൻ? നമ്മളുടെ അമ്മയായിട്ടുള്ള പശുവിൻ്റെ മാംസത്തിന് പിങ്ക് നിറമാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു ഈ പിങ്ക് റവല്യൂഷൻ നടത്തി എന്നാണ് മോഡി പറഞ്ഞത്. അപ്പോൾ ജനങ്ങളുമായിട്ട് പെട്ടെന്ന് ഐക്യപ്പെടാനായിട്ടുള്ള ഒരു ഇമോഷണൽ സാധനമാണ് ശരിക്കും ഈ പശു എന്ന് പറയുന്നത്. പശു ഒരു ഒരു സാധനമാണ്, വിശ്വാസത്തിൻ്റെ ഒരു സാധനമാണ്. ഈ സാധനം എടുത്ത് പൊളിറ്റിക്സിൽ പ്രയോഗിക്കുമ്പോൾ വലിയ നേട്ടം ഉണ്ടാവും, പെട്ടെന്ന് ക്യാച്ചിയാണ്. ഞാൻ പല ഇടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഒരു വിശ്വാസ രാഷ്ട്രീയം നടപ്പിലാക്കുന്നത്. നമ്മൾ മീൻ പിടിക്കുന്ന ഒരു അനാളജി ഞാൻ പറയാറുണ്ട്. മീൻ പിടിക്കാനായിട്ട് നമ്മളൊരു കുളത്തിൽ ചെന്ന് ഇങ്ങനെ ചൂണ്ടയിടുന്നു, കുറേ നേരം നിൽക്കുന്നു, ചിലപ്പോൾ ഒന്നും കിട്ടുന്നില്ല, ചിലപ്പോൾ വല്ലതും കിട്ടുന്നു, പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നു, പക്ഷേ വളരെ കുറച്ച് സാധനമേ കിട്ടുന്നുള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ വികസനവും ആദർശങ്ങളും പറഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ, നിങ്ങൾ പെർഫോമൻസിൻ്റെ ബേസിൽ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ചൂണ്ടയിടുന്നവരാണ്. കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം, ചെയ്യണം, ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാതെ നിങ്ങളൊരല്പം നഞ്ഞ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മയക്ക് വിഷമുണ്ട്, അതെടുത്ത് ആ കുളത്തിലൊന്ന് കലക്കി നോക്കുക. ഈ മീനുകളെല്ലാം ഇങ്ങനെ ചത്തു പൊന്തും അല്ലെങ്കിൽ മയങ്ങി വരും. നിങ്ങൾക്കത് വാരിയെടുത്ത് കൊട്ടയിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം. നല്ല കളക്ഷനാണ്. ഇതാണ് ഗുജറാത്തിൽ നടന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പശുവിനെ തിന്നുന്നവരും പശുവിനെ തിന്നാത്തവരുമായി 2 ധ്രുവങ്ങൾ ഉണ്ടായാൽ ഏതാണ്ട് 100 കണക്കിന് വർഷങ്ങളിൽ അധികാരം നിലനിർത്താൻ ഇവിടുത്തെ സംഘപരിവാറിന് കഴിയും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ജസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് പീപ്പിൾ ആൻഡ് കൺസോളിഡേറ്റ് ദ ഡിവിഷൻ. കൺസോളിഡേറ്റിംഗ് ദ ഡിവിഷൻ ബൈ പെർപെക്ച്വൽ കമ്മ്യൂണൽ കോൺഫ്ലിക്ട്സ്. ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ട് ആ ഡിവിഷൻ എങ്ങനെയാണ് നിലനിർത്തുന്നത്? അതിന് ഏറ്റവും എളുപ്പ വഴിയാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുക. ഇപ്പോൾ UP-യിലെ തന്നെ മായാവതിയും മുലായം സിംഗും ചേർന്ന്, ആദ്യം അവർ ഒരുമിച്ച് ചേർന്നും പിന്നെ അവർ വ്യത്യസ്തമായിട്ടും അധികാരത്തിൽ നിന്ന് തൂത്തെറിഞ്ഞതാണ് BJP. പക്ഷേ BJP വളരെ പുഷ്പം പോലെ 2014 ഇലക്ഷനിൽ UP-യിൽ തിരിച്ചു വന്നു. ഒരു വല്ലാത്ത തിരിച്ചുവരവായിരുന്നു. 80 സീറ്റുകളിൽ 73 സീറ്റുകൾ, 71 BJP-യും 2 അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്നാദളും. എങ്ങനെയാണ് ഇത്ര നിസ്സാരമായിട്ട് അവർക്ക് സാധിച്ചത്? ഒന്ന്, മോദി ഗുജറാത്തിൽ ചെയ്ത കാര്യം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മതഭൂരിപക്ഷത്തിൻ്റെ മനസ്സിൽ മോദി വീരനായകനാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ പാഠം പഠിപ്പിച്ചവൻ എന്നുള്ള ഒരു സാധനമാണ് ശരിക്കും മോഡിയുടെ രാഷ്ട്രീയ സമ്പാദ്യം. അവന്മാർക്ക് പണി കൊടുത്തു. ഞാൻ പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളെ സംസാരിക്കാറുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ആരാധന അവരുടെ മനസ്സിൽ കാണാൻ കഴിയും. അടിസ്ഥാനപരമായിട്ട് അവർ സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. മൈനോറിറ്റീസിനെ അല്ലെങ്കിൽ ലവന്മാർക്കൊരു പണി കൊടുത്തു. പണി കൊടുക്കുന്നവരെല്ലാം എങ്ങനെയാണ് കല്യാൺ സിംഗ്, എങ്ങനെയാണ് രഥയാത്രയിൽ അദ്വാനി. ഇത് വളരെ നിസ്സാരമായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു സമവാക്യമാണ്. ഒരു ഡിവിഷൻ ഉണ്ടാക്കുക, ആ ഡിവിഷനെ കൺസോളിഡേറ്റ് ചെയ്യുക, അതൊരു വർഗീയ ലഹള. മുസാഫർ നഗറിലുണ്ടായ വർഗീയ ലഹളകൾ സീരീസായ. UP-യിൽ ഇത്രയും വലിയൊരു ക്യാച്ച് BJP കൊടുത്തത് വർഗീയ ലഹളകളാണ്. അല്ലാതെ BJP അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. BJP അവിടെ സമാജ്വാദി പാർട്ടിയുടെ മായാവതിയുടെ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തി ഈ ഇത്രയും സീറ്റ് നേടിയെന്ന് കരുതല്ല. ഒന്ന്, മോദിയുടെ പ്രഭാവം തീർച്ചയായിട്ടും ഒരു വീരനായകൻ എന്നുള്ള പ്രഭാവം. 2, മുസാഫർ നഗറിലെ കലാപങ്ങൾ. ഇത് രണ്ടും വന്നപ്പോൾ 80-ൽ 73 സീറ്റുകളാണ്. 2 വമ്പൻ പാർട്ടികൾ അവിടെയുണ്ട്, രാജ്യം ഭരിച്ച പാർട്ടികൾ. സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും. ബഹുജൻ സമാജ് പാർട്ടിക്ക് കിട്ടിയത് വട്ടപൂജ്യമാണ്, പൂജ്യം. സമാജ്വാദി പാർട്ടിക്ക് വളരെ കുറച്ച്, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. 2 സീറ്റ് കോൺഗ്രസിന് കിട്ടി, 1 അമേധി. എങ്ങനെയാണ് ഒരു രാഷ്ട്രീയം മൊത്തത്തിലൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മതാടിസ്ഥാനത്തിൽ മാറുന്നു എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് ഈ സംഗതി നടക്കാൻ. ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. ഇപ്പോൾ
ബീഹാറിലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സുശീൽ മോഡി എന്ന് പറയുന്ന അവിടുത്തെ BJPയുടെ സംസ്ഥാന നേതാവ് ഈ ദാദ്രി സംഭവം ഉണ്ടായപ്പോൾ ദാദ്രിയിലൊരു ഒരു ഒരു കൊല്ലപ്പണിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ അദ്ദേഹത്തെ അടിച്ചു കൊന്നു. അദ്ദേഹം ശരിക്കും ദാദ്രി എന്ന് പറഞ്ഞ പ്ലേസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓൾമോസ്റ്റ് 50 കിലോമീറ്റേഴ്സ് അവേ ഫ്രം ഡൽഹി. 3Gയും 4Gയും ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ ഇവിടെ പോലും അത് നേരെ കിട്ടുന്നില്ല. വാട്സപ്പ് മെസ്സേജുകൾ വഴിയാണ് ജനങ്ങൾ ഇതാ ഒരു പശുവിനെ കൊന്ന ഒരാൾ ഭക്ഷിച്ചിരിക്കുന്നു, ഒരു മുസ്ലിം ഭക്ഷിച്ചിരിക്കുന്നു. അവരൊരു ട്രാൻസ്ഫോമറിൻ്റെ കീഴിൽ ഈ പശുവിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വീട്ടിലേക്ക് അരച്ചു കയറുകയാണ്. അയാളുടെ വീട്ടിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സ് തൊഴുകയോടെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇതല്ല കഴിച്ചത്, ഞങ്ങൾ മട്ടനാണ് കഴിച്ചത്, ആട്ടിറച്ചിയാണ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ജനം ഒന്നും ചെവിക്കൊള്ളുന്നില്ല. ആ ഒരു ജനത്തിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, ഈ വിശ്വാസം ഇളക്കി വിടുന്ന ജനങ്ങളുടെ സൈക്കോളജി ഒന്നും കേൾക്കുന്നേയില്ല. അവർ ആ മനുഷ്യനെ കൊല്ലുകയും അയാളുടെ മകനെ അടിച്ചു കൊല്ലുകയാണ്, അടിച്ച് ഭയങ്കരമായിട്ട് പരിക്കേൽപ്പിക്കുക. അവൻ 2 ബ്രെയിൻ സർജറി 2 കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. എന്നിട്ട് ഈ റെഫ്രിജറേറ്ററിൽ ഇരുന്ന ഇറച്ചി ആട്ടിറച്ചിയാണ് എന്ന് അവിടെ വെച്ച് തന്നെ പോലീസുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ പോലീസുകാർ നിസ്സഹായരാണ്, അത് പ്രഖ്യാപിക്കാൻ പോലും സാധിക്കില്ല. അവരത് ഫോറൻസിക് ലാബിലേക്ക് വിട്ടു. അവിടെ വെച്ചും ആട്ടിറച്ചിയാണ് എന്ന് വന്നു. അപ്പോൾ ആട്ടിറച്ചി കഴിച്ച ഒരാളെ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞ് കൊല്ലുകയാണ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ജനത്തിന് പലപ്പോഴും ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു വലിയൊരു അപകടമാണ്, ഒരു വിഷമാണ്. കാര്യം പലപ്പോഴും ഒരു മോബ് എന്ന് പറയുന്നത് അതിന് ബ്രെയിൻ ഇല്ല, സെൻസ് ഇല്ല. ഞാൻ രാവിലെ പറഞ്ഞ ഒരു ഉദാഹരണത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1916 അമേരിക്കയിൽ ഒരു ആനയെ തൂക്കിക്കൊന്ന ഒരു കഥയുണ്ട്. അത് ആനയെ തൂക്കിക്കൊന്നത് മേരി എന്ന് പറയുന്ന ഒരു ആനയാണ്. ഈ ആന ഒരു സർക്കസ് കൂടാരത്തിലുണ്ടായിരുന്ന ആനയാണ്. ഈ ആനയെ കളി പഠിപ്പിക്കുന്ന ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. ആ ട്രെയിനർ അത്ര ട്രെയിൻഡ് അല്ലാത്ത ഒരു ട്രെയിനറായിരുന്നു. അയാൾ ഈ സ്റ്റൂളിലൊക്കെ നിർത്തി ആനയെ കളി പഠിപ്പിക്കാനായിട്ട്, അതിന് പല്ലുവേദനയായിട്ട് ഈ മേരി കുറേ നേരം പുറത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആനയെ വിളിച്ചകത്ത് കൊണ്ടുവന്നു. ആന നേരെ കളിയൊന്നും ചെയ്തില്ല. എന്നിട്ട് ഇയാൾ അതിനെ തോട്ടിയിട്ട് വലിച്ചു, ഇവിടെയിട്ട് കുത്തി, ചെവിക്ക് പുറകിലിട്ട് കുത്തി. ആന 2-3 ശബ്ദമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇയാൾ ഈ ശിക്ഷ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അവസാനം മേരി എന്ത് ചെയ്തു, ഇയാളെ മേളിയിരിക്കുകയായിരുന്നു. ഇയാളെ കുടഞ്ഞ് താഴെ ഇട്ടിട്ട് അയാളുടെ തലയിൽ അയാളെ ചവിട്ടി അരച്ചു കളഞ്ഞു. അപ്പോൾ ആളുകൾ ഭയങ്കരമായി രോഷാകുലരായി. അവർ പറഞ്ഞു ആനയെ കൊല്ലണം, ആനയെ കൊല്ലാതെ ഞങ്ങൾ ഈ ഷോ നടത്താൻ സമ്മതിക്കില്ല, ഞങ്ങൾ ഈ ടെൻറ്റിന് തീ വെക്കുമെന്ന് പറയും. ഈ സർക്കസ് ടെൻറ്റിന് തീ വെക്കുന്നു. അവസാനം സർക്കസ് ഉടമ ഒരു തീരുമാനത്തിലെത്തി ആനയെ കൊല്ലുക, അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പോൾ എങ്ങനെ കൊല്ലണം എന്നുള്ളതായിരുന്നു. കാര്യം ഈ ആന ഈ മനുഷ്യനെ ചവിട്ടി അരയ്ക്കുമ്പോൾ അവിടെ നിന്ന് ഒരാളൊരു പിസ്റ്റൾ വെച്ച് കുറേ വെടി വെച്ചിരുന്നു. ആനയ്ക്ക് യാതൊരു രീതിയിലും ഏൽക്കുന്നില്ല, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്നല്ലാതെ. അപ്പോൾ എങ്ങനെ ആനയെ കൊല്ലാമെന്നുള്ള ഒരു ചർച്ച തന്നെ അവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ്. അവർ പറഞ്ഞു ആനയെ മാറ്റിക്കെട്ടാൻ പറഞ്ഞു. ആനയെ മാറ്റിക്കെട്ടുന്നു. ഒരു ദിവസം ആന നിൽക്കുകയാണ്. അപ്പോൾ ആ ജനങ്ങൾ ചിന്തിക്കുന്നത് എങ്ങനെ ഈ ആനയെ കൊല്ലാമെന്നുള്ളതാണ് പ്രതികാരം. ഒരു ജനത പലപ്പോഴും കളക്റ്റീവ് വിസ്ഡം എന്നൊക്കെ പറയുന്നത്, ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയും, പക്ഷെ ഒരു ജനതയ്ക്ക് മുഴുവൻ ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ജനതയ്ക്ക് മുഴുവൻ പലപ്പോഴും വളരെ അപകടകരമായി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ചിന്തിക്കുക എങ്ങനെയാണ് ആനയെ കൊല്ലുന്നത്. ഒരു ആൾ പറഞ്ഞു 2 ട്രെയിനിൻ്റെ എഞ്ചിനുകൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് ആനയെ നടുക്കിരുത്തിയിട്ട് ഞെക്കി കൊല്ലുക എന്ന് പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞു. വേറൊരു വിഭാഗം പറഞ്ഞു 2 എഞ്ചിനുകൾ ആനയുടെ 2 കാലിലും ഘടിപ്പിച്ചിട്ട് ഭിന്ന ദിശയിലേക്ക് സഞ്ചരിപ്പിക്കുക, ആന വലിച്ചിരിഞ്ഞ് കൊല്ലുക. വേറെ ആൾക്കാർ പറഞ്ഞു ഹെവി ഡോസായിട്ടുള്ള വിഷം വെച്ച് കൊല്ലുക. ആ വിഷം വെച്ച് കൊല്ലുന്നതിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു അതിനത്ര ഒരു മജ ഇല്ല. ഒരു വിഷം വെച്ച് അതിങ്ങനെ വീഴുന്ന കാണുമ്പോൾ ഒരു സുഖമില്ല. ആന ഇഞ്ചിഞ്ചായി ആ മനുഷ്യനെ കൊന്നതുപോലെ ആനയെ കൊല്ലണമെന്ന് ഒരു ടൗൺ, ഇർവിൻ എന്നാണ് ആ ടൗണിൻ്റെ പേര്. ടെന്നസി എന്ന് പറയുന്നത് നമ്മുടെ ടെന്നസി വില്യംസ് എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള അമേരിക്കൻ നാടകകൃത്ത്, അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ഇർവിൻ. അത് ജനത മുഴുവൻ ഡെലിബറേറ്റ് ചെയ്യുകയാണ്, ആഘോഷിക്കുകയാണ്. 2500 ആൾക്കാർ ഒരുമിച്ച് കൂടിയാണ് പിറ്റേന്ന് ഈ ആനയെ കൊല്ലുന്നത്. ഇവർ ഈ 3 രീതിയിലല്ല ആനയെ കൊന്നത്. ഒരു കഴുത്തിലൊരു വടം വെച്ചിട്ട് ഒരു വലിയ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആനയെ തൂക്കി കൊല്ലുകയാണ്. ആ പടമൊക്കെ ഇൻ്റർനെറ്റിലുണ്ട്, നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. നടന്ന സംഭവമാണ് ഞാൻ പറയാം. തൂക്കിക്കൊല്ലുന്ന ആദ്യം ഒരു കഴുത്തിലൊരു കയറിട്ടിട്ട് ആനയെ പിടിച്ച് മുകളിലോട്ട് ഇങ്ങനെ കെറ്റിയപ്പോൾ ആന പൊട്ടി വീണു ഇടിച്ച് അതിൻ്റെ
വാരിയെല്ലും എല്ലാം തകർന്ന് ആന അവിടെ കിടന്ന് നിലവിളിച്ചപ്പോൾ വീണ്ടും ഇവന്മാർ വീണ്ടും കയറ്റി തൂക്കി. അങ്ങനെ ആന അവിടെ കിടന്ന് മരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ പത്രങ്ങളൊക്കെ എഴുതി ഈ വലിയ ജനക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിടയിൽ ആനയുടെ ദയനീയമായ നിലവിളികൾ മുങ്ങിത്താണു എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒരു മോബ് അല്ലെങ്കിൽ ഒരു അക്രമാസക്തമായ ജനക്കൂട്ടം നിങ്ങളുടെ യുക്തിപരമായിട്ടുള്ള വിശദീകരണങ്ങൾ ചെവിക്കൊള്ളില്ല എന്നുള്ളതാണ്. നിങ്ങൾ എന്തു കഴിച്ചു, ഞാൻ ആട്ടിറച്ചിയാണ് കഴിച്ചതെന്ന് കരഞ്ഞ് നിലവിളിച്ച് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ മുന്നിലൂടെ ആ ഗൃഹനാഥനെ അടിച്ചും ഇഷ്ടികയ്ക്ക് തലക്കടിച്ച് കൊല്ലുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുക, രാഷ്ട്രീയവും മതവും തമ്മിലുള്ള പലപ്പോഴും ഈ ഗാന്ധി തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. ഗാന്ധിജിയുടെ ജീനുകളാണ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ. നമ്മളെ ജനാധിപത്യം എന്ന് പറയുന്നതിന് ഒരു ഷാമാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ട്രവസ്റ്റി ഓഫ് ഡെമോക്രസി വ്യാഖി. ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് ജാതിയും മതവും പറഞ്ഞ ഇലക്ഷനിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ജാതിയും മതവും അടിസ്ഥാനത്തിൽ ഭരിക്കുകയും ചെയ്തിട്ട് മതേതരത്വം ആണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾ വെസ്റ്റേൺ അപ്പോൾ വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള വിഷയം ഏറ്റവും പറയുമ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മളുടെ കൺട്രി വളരെ സെക്യുലറായിട്ടുള്ള ഒരു നേഷനാണ്. സെക്യുലറിസം എന്ന് പറയുന്ന ആദ്യത്തെ പരാമർശം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വരുന്ന ആർട്ടിക്കിൾ 25 ഒരു പരാമർശമുണ്ട്. സെക്യുലർ ആക്ടിവിറ്റി എന്നൊരു ഒരു പരാമർശമുണ്ട്. അല്ലാതെ സെക്യുലറിസം എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ സെക്യുലറിസം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഭരണഘടനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിസ്സസ് ഗാന്ധിയാണ്. ഗാന്ധി എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ മകളാണെന്ന് തെളിയിച്ച ഒരു സംഭവമാണത്. നെഹ്റുവിൻ്റെ മകൾ അല്ല എന്ന് തെളിയിച്ച, എന്ന് വെച്ചാൽ ബയോളജിക്കൽ അല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയപരമായി, ബയോളജിക്കലല്ല, അങ്ങനെ ഒരു നെഹ്റുവിൻ്റെ മകളല്ല എന്ന് ഞാനൊരു കോൺസ്പിറസി ഇവിടെ അവതരിപ്പിക്കല്ല, രാഷ്ട്രീയപരമായിട്ട് ദർശനപരമായിട്ട് നെഹ്റുവിൻ്റെ മകൾ അല്ല എന്ന് തെളിയിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ അവരങ്ങനെ ആണ് എന്ന്, ഞാൻ നെഹ്റുവിൻ്റെ മകളാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് 1966 ഏതാണ്ട് 10,000 വരുന്ന സന്യാസിമാർ, നാഗസന്യാസിമാർ, അത് പ്രത്യേകിച്ച് ദേ ഹാവ് നോ ഡ്രസ് ഓർ അഡ്രസ് എന്നാണ് പറയുന്നത്. ഇവർ ഡൽഹിയിലെ പാർലമെൻറ്റ് ഹൗസ് ഉപരോധിക്കുന്നുണ്ട്. നെഹ്റു മരിച്ചു, ശാസ്ത്രി മരിച്ചു, ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നു. ഇന്ദിരാഗാന്ധി നിജലിംഗപ്പയെ പോലെയുള്ള വലിയ വമ്പൻ നേതാക്കളുടെ മുന്നിൽ ചൂടി നിൽക്കുന്ന സമയം. ഷീ ഈസ് നോട്ട് ദാറ്റ് സ്ട്രോങ്. അപ്പോഴാണ് ഈ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു സംഘടനകളും ജനസംഘവും നാഗസന്യാസിമാരും കൂടി ഇന്ത്യൻ പാർലമെൻറ്റ് ഉപരോധിക്കുന്നത്. ശങ്കരാചാര്യ നിരാഹാരം കിടക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് പശുപക്ഷ രാഷ്ട്രീയക്കാർ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അന്ന് ഭക്ഷ്യമന്ത്രി സുബ്രഹ്മണ്യമാണ് ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി മറുപടി പറയുന്നത്. അന്ന് സുബ്രഹ്മണ്യം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇതാണ്: ഈ ഗോവധ നിരോധനം എന്ന് പറയുന്ന സാധനം ശരിക്കും സ്റ്റേറ്റ് ലിസ്റ്റാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനത്തിൽ നിയമം നടപ്പിലാക്കുന്നത് സ്റ്റേറ്റാണ്. അത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സെൻറ്ററിന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ആദ്യമേ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ ആർട്ടിക്കിൾ 48 സ്റ്റേറ്റിൻ്റെ ഒരു ഇതായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ സ്റ്റേറ്റാണ് നിയമം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് ആക്കും, നിങ്ങൾക്കൊന്ന് പരിഷ്കരിച്ചാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ആടിക്കളിച്ചു. ഇന്ദിരാഗാന്ധി അന്നത്തെ 66 പാർലമെൻറ്റ് വിരോധത്തിൽ അന്ന് ഗുൽസാരിലാൽ നന്ദയാണ് ആഭ്യന്തരമന്ത്രി. ഗുൽസാരിലാൽ നന്ദ അന്ന് ഡൽഹി മുഴുവൻ കലാപഭൂമിയായപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാര്യം സന്യാസിമാർക്ക് അടി കിട്ടി തുടങ്ങി. ഒരുപാട് നാഗസന്യാസിമാർ, അവർ പശു നിരോധനം, നാഗസന്യാസിമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ വസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കില്ല. അവരൊരു സെക്റ്റാണ്, അവരെ കാണിച്ചുകൊണ്ട് പല ഇതിനകത്തൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ പല ഇന്ദിരാഗാന്ധിയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് അധികാരത്തിലേക്ക് കയറ്റിയ സന്യാസിമാർക്ക് ഒരു അടി കിട്ടിയെന്ന്. ഒരടി കൊണ്ട് പോയപ്പോൾ ജനക്കൂട്ടം ഭയങ്കരമായിട്ട് ഇതായി. അവർ കാമരാജിൻ്റെ ഡൽഹിയിലെ വീടൊക്കെ അടിച്ചു തകർത്തു. പഴയ കോൺഗ്രസ്സിലെ കാമരാജിൻ്റെ പിന്തുണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സംഭവത്തിന് ശേഷമാണ് ഇവരാകെ വറീഡായത് ഇന്ദിരാഗാന്ധി. അങ്ങനെയാണ് നമ്മളിപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവർ ശക്തിയായി മാറുകയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തിയായി മാറുകയാണ്. 76 42ാമത്തെ അമെൻമെൻറ്റ് കൊണ്ടുവരുമ്പം സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള നമ്മുടെ ആമുഖത്തിൽ എഴുതി ചേർക്കുന്നു. അന്ന് സെക്യുലറിസം എന്താണെന്ന് മിസ്സസ് ഗാന്ധി പറഞ്ഞില്ല, എക്സ്പ്ലെയിൻ ചെയ്തുമില്ല. എന്ന് വെച്ചാൽ മതത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ സെക്യുലർ എന്നുള്ളൊരു പദം കൊണ്ടുവരുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ സെക്യുലറിസത്തെക്കുറിച്ച് ലോകമെമ്പാടും ഒരു അർത്ഥമുണ്ട്.
ജോർജ് ഹോളിയോക്കാണ് ആദ്യം സെക്കുലറിസത്തെക്കുറിച്ച് ഡെഫിനേഷൻ കൊടുക്കുക. ഈ സെഡ് ദാറ്റ് സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ. ഇതാണ്, സ്റ്റേറ്റിന് മതമില്ല. മതമില്ലാത്ത സ്റ്റേറ്റ് സെക്കുലറാണ്, മതമില്ലാത്ത മനുഷ്യനും സെക്കുലറാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, മതവിശ്വാസിക്ക് സെക്കുലർ ആയിക്കൂടെ? മതവിശ്വാസിക്ക് സെക്കുലർ ആവാൻ കഴിയുന്നത് എങ്ങനെ? മദ്യപിച്ചുകൊണ്ട് ഒരാൾക്ക് മദ്യവിരുദ്ധൻ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരു മതവിശ്വാസിക്ക് സെക്കുലർ ആവാം. പക്ഷെ ഒരു മതവിശ്വാസിക്ക് സെക്കുലറിസത്തെ സപ്പോർട്ട് ചെയ്യാം. കാരണം അതുകൊണ്ട് അവന് പ്രയോജനമുണ്ട്. സെക്കുലറിസം ഈസ് വൺ സിസ്റ്റം വെയർ ഹി ഗെറ്റ്സ് മാക്സിമം ഫ്രീഡം. ഒരു മതവിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം തുടരാനും അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാനും ഏറ്റവും നല്ല സിസ്റ്റം മതേതരത്വമാണ്. കാര്യം മതേതരത്വം മതവിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റേറ്റ് ഈസ് എ ന്യൂട്രൽ അമ്പയർ. സ്റ്റേറ്റ് ഡസൻറ്റ് ഹാവ് എനി റിലീജിയൻ. ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് ഫ്രീഡം ഫ്രം റിലീജിയൻ, ഇത് രണ്ടും മതേതരത്വത്തിലേ ഉള്ളൂ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ സൗദി അറേബ്യയിലേക്ക് ഒരു സ്റ്റിക്കറുമായിട്ട് പോലും പോകാൻ പറ്റില്ല. നിങ്ങളൊരു കൃഷ്ണൻ്റെ ഒരു ലോക്കറോ ഒരു സ്റ്റിക്കറോ അല്ലെ ഗോഡ് ഡെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം പോലും അവരവിടെ എടുക്കില്ല. അതിൻ്റെ ഡോക്യുമെൻസിനെ കാണുമ്പോൾ തന്നെ അവരത് അവിടെ ബാൻ ചെയ്യും. ഒരു മതചിഹ്നങ്ങളോ പുസ്തകങ്ങളോ പോലും അഡ്മിറ്റ് ചെയ്യാത്തതാണ് മതാധിപത്യം എന്ന് പറയുന്നത്, തിയോക്രസി എന്ന് പറയുന്നത്. അവിടെ എത്തീസ്റ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, 20 വർഷം കഠിന തടവാണ് എത്തീസത്തിന് അവിടെ ഉള്ളത് സൗദി അറേബ്യയിൽ. എത്തീസ്റ്റുകൾ ടെററിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. ഇതിവിടെ പലരുടെയും മനസ്സിലുള്ള കാര്യമാണ്. പക്ഷേ സൗദിയിലെ ആളുകൾ തുറന്നു പറയുന്നുണ്ട്, അവർക്ക് ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരന്മാരാണോ അവന്മാർ, ഭീകരനാണവൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലേ, അത് വളരെ ഭീകരനാണ് എന്നാണ് സൗദി അറേബ്യ പറയുന്നത്. പക്ഷെ അവിടെ വേറെ ഒരു മതവും പ്രാക്ടീസ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ഇന്ത്യയിൽ ആ വിഷയമില്ല, ആർക്കും പുതിയ മതം തുടങ്ങാം. ഇപ്പോൾ പാലക്കാട്ടൊക്കെ പുതിയ മതങ്ങൾ തുടങ്ങുകയാണ് അല്ലേ, പുതിയ ഗുരുക്കന്മാരും പുതിയ മതങ്ങളും പുതിയ ആരാധക സംഘങ്ങളും, എന്തിനും അവകാശമാണ്. ഒരാളെ ഉള്ളു ന്യൂനപക്ഷമെങ്കിലും അയാളെ ഭൂരിപക്ഷം മാറോട് അടുപ്പിച്ച് സംരക്ഷിക്കുക എന്നുള്ളതാണ് സെക്കുലറിസത്തിൻ്റെ അടിസ്ഥാനം. അതാണ് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും ഒരു കാര്യം പറയണ്ടേ, എങ്ങനെയാണ് ഈ സെക്കുലറിസത്തിൽ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അതിനൊരു പലപ്പോഴും ഒരു മൈനോറിറ്റി സ്ലാൻഡ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് തന്നെ ആളുകൾ പറയാറുണ്ട്, ലോകത്തൊരിടത്തും ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭരണഘടനയും ലോകത്തെങ്ങുമില്ല. വി ആർ വെരി പ്രൗഡ് ടു സേ ദാറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ മൈനോറിറ്റീസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു ഇന്ത്യൻ മുസ്ലിമിന് അവനെ സ്വർഗമാണ്, അവൻ്റെയൊക്കെ പറയാം നീ അഫ്ഗാനിസ്ഥാനിലോട്ട് പോടാ, പറയില്ല ഇതാണ് എൻ്റെ സ്വർഗം, പാകിസ്ഥാനിലോട്ട് പോടാ ഇതാണ് എൻ്റെ സ്വർഗം. ഇത് ഇന്ത്യയുടെ ഒരു വലിയൊരു നേട്ടമാണ്, വലിയൊരു നേട്ടമാണ്. അത് നെഹ്റുവിനും അംബേദ്കറിനും നമ്മൾ സല്യൂട്ട് കൊടുക്കണം. കാരണം എന്താണ് ഇതിൻ്റെ പ്രശ്നം? നമ്മൾ പലപ്പോഴും ഒരു തിയോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കാണാറുണ്ട് അന്യവിശ്വാസങ്ങൾ അപരവിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന, അതൊരു ഫാഷിസമാണ്. സൗദി അറേബ്യയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ പറയും സൗദി അറേബ്യ അങ്ങനെയാണ്, പിന്നെ ഇവിടെ നിനക്ക് ഇത്രയും കിട്ടിയപ്പോൾ അതല്ല. സൗദി അറേബ്യയുടെ ഒരു സാധനം, സൗദി അറേബ്യയിൽ ഒരാൾ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന ആൾ കുട്ടിയുടെ കൊല്ലേണ്ട കാര്യമില്ല. ഒരു അനോളജിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഒരാളൊരു അക്രമം പ്രവർത്തിക്കുന്നു, ഒരു അനീതി പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഒരു പൊളിറ്റിക്സിൽ അവരനെ അംഗീകരിക്കാൻ, അവൻ എത്ര നമ്പറിൽ കുറവാണെങ്കിലും സംഖ്യയിൽ കുറവാണെങ്കിലും അവനെ അംഗീകരിക്കാനായിട്ടുള്ള വലിയൊരു ഒരു അനുകമ്പയും ഒരു ജാഗ്രതയും ഒരു കരുതലും ഉണ്ട്. ഈ കരുതലിനെ തകർക്കുന്ന ഒരു, ഇപ്പോൾ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട് മതേതരത്വം എന്ന് പറയുന്നതിനെ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ടുള്ള മതേ തറകൾ എന്നും പറഞ്ഞ് വെച്ചു തുടങ്ങി. 2 വർഷത്തിന് മുമ്പ് മതേതരം, ഞാനൊരു മതേതരനാണെന്ന് അഭിമാനത്തോടെയാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല, എല്ലാവരും മതേതരത്വം. ഈവൻ BJPയുടെ ഭരണഘടനയിൽ മാനിഫെസ്റ്റോയിൽ വരെ മതേതരത്വം ഉണ്ട്. BJPയും പറയുന്ന അവരും മതേതരത്വം ഉള്ളവരാണ്, മതേതരത്വം ഇല്ലാത്ത ആരുമില്ല. എനിക്കൊന്നും മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന ഞാൻ വായിച്ചിട്ടില്ല, അതിനകത്തും കണ്ടേക്കും. കാര്യം എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ മതേതരത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ അന്തസ്സത്തേക്ക് തകർക്കാൻ കഴിയും. ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയത്തിൽ കൂടുതൽ വരും. ഈ പശുവിൻ്റെ കാര്യം തന്നെ, പശു എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലെ പൊളിറ്റിക്സിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ അത്രയും ഏജില്ല, കേരളത്തിൽ അത്രയും ഏജില്ല. 2 കാരണങ്ങൾ. ഒന്നാമത് ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ്റെ തന്നെ ന്യൂനപക്ഷ ഭൂരിപക്ഷ ഒരു കൺസ്ട്രക്റ്റ് തന്നെ അത്ര ഹെവിലി അനുകൂലമല്ല. 45% ന്യൂനപക്ഷങ്ങളുണ്ട്. പിന്നെ ഈ കേരളത്തിലെ ഹിന്ദുക്കൾ തന്നെ അവർ ബേസിക്കലി വളരെ സെക്കുലറായിട്ടുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ഹിന്ദുക്കളും മറ്റ് ഹിന്ദുക്കളുമായിട്ട് വ്യത്യാസമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ്. സെക്കുലറാണ്. അവരിപ്പോൾ ഉദാഹരണമായിട്ട് ബീഫ് കഴിക്കുന്ന കാര്യത്തിൽ ബീഫ് വേണേ കഴിച്ചിട്ട് അതിനൊക്കെ മനുഷ്യരെ കൊല്ലുന്നത് എന്താണ്, എങ്ങനെയാണ് ഞാൻ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് കേട്ടോ. അതിന് മനുഷ്യരെയൊക്കെ കൊല്ലുക, ആളുകൾക്കത് ഇഷ്ടമല്ല.
അങ്ങനെ ഒരു കൾച്ചറൽ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് കേരളത്തിലുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ കാര്യം അല്ല പുറത്തെന്നുള്ളതാണ്. ഈ വെടിയുച്ചകളൊക്കെ ഉയർന്നു കേൾക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കർണാടകത്തിൽ ഈ അടുത്തിടെ ഒരു തിരക്കഥാകൃത്ത്, ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ചേതന, അവരുടെ ഫേസ്ബുക്കിൽ വന്ന എന്താണ്, അവർ ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും ബീഫ് നിരോധനത്തിനെതിരെ ഏതാണ്ട് എഴുതുകയും ലേഖനം എഴുതുകയും ചെയ്തതിന് അവരെയൊക്കെ പറഞ്ഞത് റേപ്പ് ചെയ്യുമെന്നാണ്. അപ്പോൾ പശുവിനെ തിന്നുന്ന പുരുഷനാണെങ്കിൽ തല്ലിക്കൊല്ലുക, സ്ത്രീയാണെങ്കിൽ റേപ്പ് ചെയ്യുക എന്നുള്ള നിലയിലൊക്കെ പ്രഖ്യാപനങ്ങൾ വരികയാണ്. നല്ല സുന്ദരമായ ലോകമല്ലേ. ഇങ്ങനെയൊക്കെ ആളുകളെ ഇതൊരു കഴിഞ്ഞൊരു 3-4 വർഷത്തിന് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പൊതുവിൽ നമ്മൾ കാണും നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് വിട്ടുപോകുന്നുണ്ട്, പിടി ഇങ്ങനെ വിട്ടുപോകുന്നുണ്ട്. വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരികയാണ്. അത് പലപ്പോഴും ഇവിടെ ബീഫ് ഫെസ്റ്റൊക്കെ നടത്തുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളെന്തിനാണ് ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് ഇവിടെ? അതുകൊണ്ട് അതൊരു ജാടയല്ലേ, ഇവിടെ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മഹാരാഷ്ട്രയിലല്ലേ ബില്ല് വന്നത്, നിങ്ങളെന്തിനാ ഇവിടെ നടത്തുന്നത്, പോയി മഹാരാഷ്ട്ര പോയി നടത്തൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലയാളികളെ ഇങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോകാനേ പറ്റുള്ളൂ. നമ്മൾ ലോകത്ത് എവിടെല്ലാം നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളിവിടെ പ്രതിഷേധം നടത്തുന്നു. അല്ലെങ്കിൽ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ മഹാരാഷ്ട്രയിൽ ആളുകൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമ്മളെ ഭരിക്കുന്നുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ മഹാരാഷ്ട്രക്കാരെ ഭരിക്കുന്നുണ്ട്. മുംബൈ കന്യാകുമാരി ഒരു തീവണ്ടിയുണ്ട് അല്ലേ. വി ആർ സോ കണക്റ്റഡ്. അവിടെ നടക്കുന്ന ഒരു ചേഞ്ച് നമ്മൾക്ക് ബാധകമായിട്ട് വരും. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോ മിനിസ്ട്രിയിലേക്ക് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇന്ത്യ മുഴുവൻ ഗോവധ നിരോധന നിയമം നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിയമനിർദ്ദേശം തരാനാണ്. അതിനവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന പരിഷ്കരിക്കുക എന്നുള്ളതല്ല. ഭരണഘടന പരിഷ്കരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അത് ഭരണഘടന വെച്ചാൽ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഈ സാധനം മാറ്റിയിട്ട് ഒരു നിയമം കൊണ്ടുവരും, ഓക്കെ. പക്ഷേ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ഇവർ നടത്തുന്നില്ല. പണ്ട് പല സമയങ്ങളിൽ സ്വകാര്യ ബില്ലുകൾ വന്നിട്ടുണ്ട്, അതെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു, 1990 ഒരു സ്വകാര്യ അംഗം ഈ കൺകറന്റ് ലിസ്റ്റിലേക്ക് ഈ സാധനം മാറ്റാനായിട്ട് ഒരു ഭരണഘടനാ പരിഷ്കരണ നിർദ്ദേശം കൊണ്ടുവന്നു. അന്ന് VP സിംഗ് ആണ് പ്രധാനമന്ത്രി. എന്നിട്ട് അത് വോട്ടിനിട്ടു. സാധാരണ സ്വകാര്യ അംഗങ്ങൾ ബില്ല് കൊണ്ടുവരുമ്പോൾ വോട്ടിനിട്ട് കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ ബില്ലല്ല, അല്ല സർക്കാർ ഓൺ ചെയ്യണം. വോട്ടിനിട്ട് ആ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ സർക്കാർ തീർന്നു എന്നതിൻ്റെ അർത്ഥം. ആ ബില്ല് ഇലക്ട്രോണിക് വോട്ടിംഗ് അന്ന് നടപ്പിലാക്കിയ സമയമാണ് പാർലമെൻറ്റിൽ. അപ്പോൾ ഇലക്ട്രോണിക് ക്ലിങ് അടിച്ചു വന്നപ്പോൾ ബില്ല് പാസ്സായി എന്നായി. ബില്ല് പാസ്സായപ്പോൾ അണ്ണന്മാർ മനസ്സിലാക്കുന്നത് ആ മന്ത്രിസഭ താഴെ കിടക്കുന്നു. അപ്പോൾ ഒരു ഓപ്ഷനുണ്ട്, അതായത് ബില്ല് ഇലക്ട്രോണിക് ബില്ലിംഗ് വോട്ടിംഗ് വഴി പാസ്സാവണമെന്ന് ഇലക്ട്രോണിക് വോട്ടിങ്ങിനെ ഒബ്ജക്റ്റ് ചെയ്യാം തോറ്റവർക്ക്. കാര്യം അത് മെഷീനാടേ, അത് ശരിയല്ല എന്ന് പറയാം. അങ്ങനെ പറയുകയും അത് റദ്ദാക്കുകയും ചെയ്തിട്ട് സ്ലിപ്പ് ബാലറ്റ് കൊടുത്തു. സ്ലിപ്പ് ബാലറ്റ് കൊടുക്കുന്ന ആ സമയത്തിനിടയിൽ പറഞ്ഞിടേ ഇത് പശുവാണോ വലുത് ഭരണമാണോ വലുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മന്ത്രിമാരുൾപ്പെടെ ഉള്ളവർ ചേഞ്ച് ചെയ്ത് ബാലറ്റ് വോട്ടിങ്ങിലൂടെ അത് പരാജയപ്പെടുത്തി. അങ്ങനെയാണ് VP സിംഗിൻ്റെ മന്ത്രിസഭ. പിന്നെ അത് കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞ് VP സിംഗ് വീണു എന്ന് തോന്നുന്നു കേട്ടോ. VP സിംഗ് അധികം നിന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരിഷ്കരണം കൊണ്ടുവരിക എന്നുള്ളതല്ല ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെയുള്ള ബില്ലുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു രസം, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കൊല്ലുന്ന പശു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. DCA ഇപ്പോൾ ഈ ആഴ്ച വരും. ഇത് പൊളിറ്റിക്സിനെ കുറിച്ചാണ്. അതിനകത്ത് നമ്മളെ ഈ ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, മോഹൻലാലിൻ്റെ ഒരു സിനിമ. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജ് കുട്ടി എന്ന് പറയുന്ന അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പോലീസിനെ മുന്നിൽ വെച്ചിട്ട് ആ കുഴി കുഴിക്കുമ്പോൾ എന്നിട്ടൊരു പശുവിൻ്റെ ജട എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പോലീസ് പ്ലിങ് ആവുന്നു, അയാൾ ഭയങ്കരമായിട്ട് പോകുന്നു. ഈ സിനിമയുടെ ഹിന്ദി റീമേക്ക് നടക്കുന്നുണ്ട്. അജയ് ദേവ്ഗനാണ് അതിനകത്ത് നായകൻ. അപ്പോൾ ഇതേ സീൻ തന്നെയാണ് പ്രശ്നം. ഇയാൾ ചെന്ന് അവസാനം വീട്ടിൽ ചെല്ലുന്നു, കുഴി കുഴിക്കുന്നു, ഒരു പശുവിൻ്റെ ജട എടുക്കുന്നു. അപ്പോൾ പോലീസുകാർ തുള്ളിച്ചാടുകയാണ് ആഹ്ലാദം കൊണ്ട്. കാരണം വെച്ചാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ്. 10 വർഷം കഠിന തടവും 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. ആശാനെ പിടിച്ച് അകത്ത് കൊണ്ടിടുന്നു. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ക്ലൈമാക്സ്. മാറുകയാണ് ദൃശ്യത്തിന്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമെന്നറിയില്ല, രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമാണ്. പശുവിനെ കൊന്നു എന്ന് നിങ്ങൾക്ക് മേലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 41 ദിവസം ജയിലിൽ കിടന്നിട്ടാണ് പിന്നെ സംസാരം. ജസ്റ്റ് യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ്
that time in jail. Then you talk. പിന്നെ നമുക്ക് തീരുമാനിക്കരുത് കൊന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള നമുക്ക് പിന്നെ ആദ്യം അവിടെ കിടന്ന് എണ്ണിപ്പടിക്കുക, ഉണ്ടയടിക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പൊറോട്ടയോ ചപ്പാത്തിയോ ഒക്കെയാണെന്ന് പറയുന്നത്. ഈവൻ മഹാരാഷ്ട്രയിലെ നിയമത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൗ ഡസ് ദിസ് ഫെയ്ത്ത് ഈസ് ഇൻഫ്ലുവൻസിങ് പൊളിറ്റിക്സ്. അതിനകത്തൊരു രസമായിട്ട് ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പശുവിനെ കൊല്ലുകയോ, ഓക്കെ കൊല്ലാൻ പാടില്ല, പ്രശാന്ത് നോട്ട് ദ പോയിന്റ്. 2 കൊല്ലാൻ കാരണക്കാരനാവുകയോ, ഇതാണ് കൊല്ലാൻ കാരണക്കാരനാവുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ തന്നെ പറയാം, നീ അതങ്ങ് വിറ്റേരെ, അവൻ വിൽക്കുന്നു, പശുവിനെ കൊണ്ടുപോയി കൊല്ലുന്നു, എൻ്റെ വീട്ടിൽ പോലീസ് വരുന്നു, അതെന്താണ് നീ വിൽക്കാൻ പറഞ്ഞില്ലേ, അപ്പോൾ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഇനി നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ പശുവിനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു, അയാൾ പറയുന്നു സാറേ ഞാൻ പാലിനായിട്ട് കൊണ്ടുപോവാണ്, നിങ്ങൾ വേണേ തരൂ, എന്നാൽ കുഴപ്പമില്ലെന്നാൽ കൊണ്ടുപോയി, എൻ്റെ ആവശ്യം കഴിഞ്ഞു. അവൻ കൊണ്ടുപോയി അറക്കുന്നു, പോലീസ് നിങ്ങളെ തേടി വരുന്നു. അപ്പോൾ നിങ്ങൾ പറയാണ് അല്ല അയാൾ എൻ്റെയൊക്കെ പറഞ്ഞത് പശുവിനെ അങ്ങനെ കൊണ്ടുപോകണമെന്നാണ്. അതൊന്നും അറിയില്ല, 41 ദിവസം കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം പറഞ്ഞു. 41 ഡേയ്സിന് ശേഷം നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കറിയില്ല ഹരിയാനയിൽ ഈ പുതിയ നിയമം മനോഹർലാൽ ഖട്ടർ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് അവിടുത്തെ പത്രങ്ങളിൽ പറഞ്ഞിരുന്നൊരു കാര്യം, പശുവിനെ കൊല്ലുന്നവനെ വധശിക്ഷ എന്നുള്ള നിയമമാണ് ഈ മുഖ്യമന്ത്രി കൊണ്ടുവരാൻ പോകുന്നുള്ളത്. ഐ മീൻ സർക്കാർ അതെങ്ങനെയോ 10 വർഷത്തിലേക്ക് അവർ ചുരുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ഡ്രാക്കോണിയൻ നിയമങ്ങൾ ഒരു പശുവിൻ്റെ പേരിൽ ഈ ഭരണകക്ഷി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അരെ നമ്മൾ ഒരുപാട് പുറകോട്ട് പോവുക. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം മൊത്തത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഇത്രയും ബെൽറ്റ്, കൗ ബെൽറ്റ് എന്ന് പണ്ട് തന്നെ വിളിക്കുമായിരുന്നു. നമ്മളിപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായി. പണ്ടെല്ലാവരും കൗ ബെൽറ്റ് എന്നായിരുന്നു വിളിക്കുന്നത്. അപ്പം ശരിക്കും ആ കൗ ബെൽറ്റ് വരുന്നത് ഇപ്പോഴാണ്. ഇത്രയും സംസ്ഥാനങ്ങൾ ഒരു പാർട്ടിക്ക് അനുകൂലമായിട്ട് മാറുകയാണെങ്കിൽ ആ പാർട്ടി എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അധികാരം നിലനിർത്തുന്നതിന് ഒരു വലിയ കാര്യമായിട്ട് പശു വരുന്നു, പശുവിൻ്റെ രാഷ്ട്രീയം വരുന്നു. ഇത് നമ്മളുടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. ഒരു വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൂടുതൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യമുള്ളവരും സംശയങ്ങൾ നമുക്ക് നിവാരണം ചെയ്യാം എന്ന് ഞാൻ കരുതുകയാണ്. ജസ്റ്റ് ആൻ ഇൻട്രാക്ഷൻ ഐ മീൻ. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യു ക്യാൻ ഹാവ് ഇൻട്രാക്ഷൻസ് ആഫ്റ്റർ ദാറ്റ്. താങ്ക് യു. ടീച്ചർ ചോദിച്ച കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെ. അതെ ടീച്ചർ, നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. എന്താണ് ഇപ്പോൾ നാളെ ഡിങ്കോയിസ്റ്റുകൾ പറയുകയാണ് എലി എന്ന് പറയുന്നത് വളരെ വിശുദ്ധമായിട്ടുള്ള മൃഗമാണ്, നിങ്ങൾ എലിയെ തല്ലിക്കൊല്ലാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഭൂരിപക്ഷ മതത്തിൻ്റെ അവരുടെ വികാരങ്ങളെ ചവിട്ടി മതിക്കുന്നതാണോ ജനാധിപത്യം? ഭൂരിപക്ഷത്തിനൊരു വിലയില്ലെങ്കിൽ പിന്നെ എന്തോന്ന് ജനാധിപത്യം എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എണ്ണത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, വണ്ണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഭൂരിപക്ഷത്തിന് ഒരു വിലയില്ലയോ? അവരെ ഒരു കാര്യം പറയുമ്പോൾ അതിനെ അംഗീകരിക്കാതെ പിന്നെ എന്ത് ജനാധിപത്യം നിങ്ങൾ പറയുന്നത്? പക്ഷേ ഒരു വിഷയം, ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളല്ല. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ബഹുസ്വര ഭൂരിപക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭൂരിപക്ഷമല്ല. അത് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹിന്ദുമതം ഹാപ്പൻസ് ടു ബി ദ മെജോറിറ്റി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ പശുവിൻ്റെ ഗോവധ നിരോധനം, ഇതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ ഗോവധ നിരോധന നിയമത്തെക്കുറിച്ച് ആദ്യമായിട്ട് ചർച്ച വന്നപ്പോൾ ആദ്യം ആ ബില്ല് അവതരിപ്പിക്കുന്നത് ഭരണഘടനയിൽ ഗോവധം നിരോധിച്ചുകൊണ്ടും ഗോവധ നിരോധന നിയമം ഈ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പൗരൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആക്കണമെന്ന് പറഞ്ഞാണ്, പൗരാവകാശം ആകണമെന്ന് പറഞ്ഞാണ് വന്നത്. അവിടെയാണ് അംബേദ്കർ വരുന്നത്. അംബേദ്കറിന് ശരിക്കും ഡയറക്റ്റ് ലിങ്ക് വിത്ത് നെഹ്റു. അംബേദ്കർ പറഞ്ഞാൽ അത് ശരിയാവില്ല, അത് നിങ്ങൾ മാറ്റണം. അംബേദ്കർ എപ്പോഴും കർട്ടൻ്റെ പുറകിൽ നിന്നാണ്, അധികം സംസാരിക്കുന്നില്ല. കാര്യം ഭരണഘടനാ ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ പശു പ്രേമികൾ ഇങ്ങനെ തുള്ളുകയാണ്. അംബേദ്കർ പറഞ്ഞു അത് നമ്മളിപ്പോൾ ലോകം മുഴുവൻ നമ്മളെ നോക്കുകയാണ്, നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ മെജോറിറ്റി ആണ്, ഒരു മതമുണ്ട്, പക്ഷേ എങ്കിലും അവരുടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിലീജിയസ് ആവശ്യങ്ങളും നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും. ഒരെണ്ണം അംഗീകരിച്ചാൽ പിന്നെ എല്ലാം അംഗീകരിക്കാമല്ലോ. ഇപ്പോൾ ഞാൻ പണ്ട് PSCയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഈ ലേറ്റ് കമേഴ്സ് ഉണ്ട്. ഈ OMR എക്സാമിനേഷൻ നടക്കുമ്പോൾ 1 മിനിറ്റ് ബാക്കി വന്നു കഴിഞ്ഞാൽ പോലും ആളുകളെ കയറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ PSCന്ന് ആളുകൾ പോകും.
അപ്പോൾ സ്കൂളിൻ്റെയോ കോളേജിൻ്റെ ഒക്കെ ആണെങ്കിൽ ഗേറ്റ് അങ്ങ് അടയ്ക്കും. 9-10 മണിക്കാണെങ്കിൽ 10 മണിക്ക് ഗേറ്റ് അങ്ങ് അടയ്ക്കും. അതായത് ഒരു 10 മണിയാകുമ്പോൾ ആളുകൾ വന്ന് ഗേറ്റ് ഇട്ട് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ 1 മിനിറ്റ് എന്ന് പറയും. അന്നേരം സ്കൂളിലെ ആളുകളോ അല്ലെ കോളേജിലെ ആളുകളെന്നെ പറയും, PSC ഒരാൾ വന്നിട്ടുണ്ട്, ഒരു ഗുണാണ്ടർ വന്നിട്ടുണ്ട്, അയാളെ. അപ്പോൾ നമ്മളെ അങ്ങോട്ട് തള്ളിവിടും. നമ്മളവിടെ ചെല്ലുമ്പോൾ എന്ത്, ഇയാൾ നിന്ന് ഒരുപാട് സാറേ 1 മിനിറ്റ് അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ്. നമ്മൾ പറയാതെ ഒരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഇത് ഒരു ബോൾ ഫ്രം ദ ബ്ലൂ അല്ല, ഇത് ഒരു മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ് ഈ സമയത്ത് നിങ്ങൾ വന്നിരിക്കണം, ഇതിനകത്ത് കഴിഞ്ഞ ഇത്രയും ഇതുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ സാറേ ഞാൻ 1 മിനിറ്റ് സാറേ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്, എല്ലാം കൺവിൻസിങ് ആർഗ്യുമെൻ്റാണ്. ഞാൻ വന്നതാണ്, ഞാൻ എന്നോട്ട് പഠിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഓക്കെ റൈറ്റ്, ജെന്യൂനാണ്, ആർഗ്യുമെൻറ്റ് ജെന്യൂനാണ്. പക്ഷേ ആ 1 മിനിറ്റ് കഴിഞ്ഞ് വന്ന ആളെ നമ്മൾ കയറ്റുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ ഒരാൾ വരും, കുറച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ ഒരാൾ വരും, കുറച്ച് കഴിഞ്ഞൊരു 15 മിനിറ്റ് അയാൾ പറഞ്ഞ അയാൾ അപകടത്തിൽ പെട്ടുപോയി, മുഴുവൻ ചെളിയിൽ ദിലീപ് സിനിമയിൽ കയറി വരുന്നതാണോ അങ്ങനെ കയറി വരികയാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കയറി വരുന്ന ആൾ പരീക്ഷ തന്നെ കുറേ കഴിഞ്ഞു, അയാളെ കയറ്റാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്, നിങ്ങൾ ലേറ്റായിട്ട് വരുന്നവരെ കയറ്റുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ നിയമം. നിങ്ങളൊരു വലിയൊരു ഡാമിനൊരു ചെറിയ സുഷിരം ഇടുന്നതാണ്, സുഷിരവും വലുതാവും, പുറത്തു പോകുന്ന വെള്ളത്തിൻ്റെ അളവും കൂടും. ഈ ഭരണഘടനയൊക്കെ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. അങ്ങനെ അംബേദ്കറാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഭരണഘടന അനുസരിച്ച് പശുവിനെ കൊല്ലാം എന്ന് പറയുന്നത് തെറ്റാണ്. ഭരണഘടനയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് മിൽച്ച് കൗ ആൻഡ് ഡ്രോഡ് കൗ, കറവ പറ്റിയതും ഭാരം വഹിക്കാനും കൃഷിക്ക് ഉപയോഗിക്കുന്ന പശുക്കൾ ഒഴികെയുള്ളവയെ കൊല്ലാം എന്ന് തന്നെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഈ 2 കൗസിനെയും, അതായത് പാല് തരുന്ന പശു, കൃഷി ആവശ്യങ്ങൾക്കും ഭാരം വഹിക്കാൻ ഉപയോഗിക്കുന്ന കാള പശു, ഇതിനെ കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. കൊല്ലരുതെന്നല്ല പറയുന്നത്, കൊല്ലാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം നിയമമല്ല, അത് എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റില്ല, എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഭരണഘടനയിലെ തർക്ക വിഷയങ്ങളെല്ലാം എടുത്തിട്ട് വെച്ചിരിക്കുന്ന ഡംബിയാടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. എന്തൊക്കെ തർക്കമുണ്ട് അതോ അങ്ങോട്ടിടെ കൊണ്ടുപോടെ എന്ന് പറയും, മൊത്തം കൊണ്ടുവന്നിട്ട് മദ്യനിരോധനമൊക്കെ അതിനകത്തുണ്ട്. മദ്യനിരോധനം ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. അപ്പോൾ നടക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങളെല്ലാം എടുത്തിടാനായിട്ടുള്ള ഒരു കുട്ടയായിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ശരിക്കും വെച്ചിരിക്കുന്നത്. ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണെങ്കിൽ എൻഫോഴ്സിബിൾ ആണ്. ഒരുത്തം പറയാം എനിക്ക് പശുവിനെ കൊല്ലാൻ മൗലിക അധികാരമുണ്ട്, അല്ല പശുവിനെ കൊല്ലാതിരിക്കപ്പെടാൻ, അതായത് വേറൊരാൾ കൊല്ലുന്നതും എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് എന്നാണ് വരുന്നത്. എൻ്റെ അയലത്തുകാരൻ പശുവിനെ കൊന്നിരിക്കുന്നു, അത് എൻ്റെ മൗലിക അധികാരത്തിനെ അവകാശത്തെ തടസ്സപ്പെടുത്തി. അപ്പോൾ അത് മാറ്റിയിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാക്കി. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ വന്നപ്പോഴും ഈ വാക്കുകൾ വായിച്ചാൽ മനസ്സിലാവും, ഈ 2 കൗസിനെ മാത്രമേ, ഈ പ്രധാനമായിട്ട് പാല് കറവയുള്ള പശുവിനെ ആരെങ്കിലും കൊല്ലുമോ? അത് പിന്നെ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും കൊണ്ട് നടക്കില്ലേ? നല്ല പാല് തരുന്ന പശുവിനെ ആരും കൊല്ലുമോ? നഷ്ടമല്ലേ? അപ്പോൾ സാധാരണ ഇതിൽ കറവയുള്ള പശുവിനെ ആരും കൊല്ലാറില്ല, ദാറ്റ്സ് ഫോർ ഷുവർ. പിന്നെ വണ്ടിക്കാളയായിട്ട് കൊണ്ട് നടക്കുന്നതിനെ തീരെ വയ്യാതായിരിക്കുമ്പോഴേ കളയാറുള്ളൂ. ഈ 2 ഉപയോഗമല്ലാത്ത സാധനങ്ങളെയാണ് കൊല്ലാം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് സംസ്ഥാനങ്ങളാണ് നിയമം കൊണ്ടുവരേണ്ടത്. സംസ്ഥാനങ്ങൾ നിയമം കൊണ്ടുവന്ന് ശരിക്കും ഈ ഇന്ദിരാഗാന്ധിയാണ് ശരിക്കും സംസ്ഥാന ഗവൺമെൻറ്റുകളോട് എഴുതി ചോദിക്കുന്ന ഒരിക്കൽ. അതായത് അവർ 82-ലാണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞു നിങ്ങൾ, അതാണ് രസം, ഇന്ദിരാഗാന്ധി 82-ലെ സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഈ നിരോധന നിയമം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് എഴുതുന്നതിൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതിനെക്കാട്ട് രസം, നിങ്ങൾ ഭരണഘടനാ നിയമം ലെറ്റർ ആൻഡ് സ്പിരിറ്റ് നടപ്പിലാക്കണം, അക്ഷരത്തിലും അർത്ഥത്തിലും നടപ്പിലാക്കണം. അക്ഷരത്തിൽ ഇത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ മിൽച്ച് കൗ ആൻഡ് ഡ്രൗട്ട് കൗ, അതൊഴികെ ഉള്ളതിനെ കാര്യം മാത്രമേ പറയുന്നു. അപ്പോൾ അവിടെയും ഗാന്ധിയും നെഹ്റു, അംബേദ്കർ, ഇന്ദിരാഗാന്ധി ആ ഒരു പാറ്റേൺ അനുസരിച്ചാണ് ഇതിങ്ങനെ പോകുന്നത്. വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. ഭരണഘടന പറയുന്നില്ല ഇത് നടപ്പിലാക്കണം. പക്ഷേ ഇതിങ്ങനെ നിൽക്കുന്ന ഈ സാധനമാണ് നമ്മൾ കാണുന്നത്. ഈ BJPയുടെ ഭരണം വന്നതിന് ശേഷം വലിയ പരിഷ്കരണം. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിയമം ഇല്ലാഞ്ഞിട്ടല്ല നിയമം കൊണ്ടുവന്നത്. 95-ലെ മനോഹർ ജോഷിയുടെ മന്ത്രിസഭ പാസ്സാക്കി വിട്ട് അന്നത്തെ രാഷ്ട്രപതിയായിട്ടുള്ള ശങ്കർ ദയാൽ ശർമ്മ നിരാകരിച്ച നിയമമാണ് ഇന്ന് പ്രണബ് മുഖർജി രാഷ്ട്രപതി അധികാരം. പ്രണബ് മുഖർജിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. ആരാണ് അവിടെ ഇരിക്കുന്നതെന്നല്ല, ആരാണ് ഭരിക്കുന്നതെന്നുള്ളതാണ് എപ്പോഴും. ഹരിയാനയിൽ നിയമം ഇല്ലാഞ്ഞിട്ടില്ല. ഹരിയാന നല്ല സുന്ദര നിയമം ഉണ്ടായിരുന്നു, അത് 2 വർഷം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. അവിടെയാണ് ഈ 10 വർഷം കൊണ്ടുവരുന്നത്. ഇനി നിയമങ്ങൾ വരാൻ പോകുന്ന നിയമങ്ങൾ ജാർഖണ്ഡിൽ 10 വർഷമായി, പുതിയ ഇതാണ്. വരാൻ പോകുന്ന നിയമങ്ങളെല്ലാം തന്നെ ഇതേ കണക്കുള്ള ഡ്രാക്കോണിയൻ നിയമങ്ങളാണ്.
ഇത് ഒരിക്കലും ഭരണഘടനാനുസാരികമായിട്ടുള്ളൊരു സാധനമല്ല. ഇവർ ഭരണഘടനയിൽ ഈ 2 കൗസിനെ ഒഴികെയുള്ളതിനെ കാര്യമാണ് പറയുന്നതെങ്കിൽ ചില രാജ്യങ്ങൾ, ഉദാഹരണമായിട്ട് ജാർഖണ്ഡിൽ എരുമ, പോത്ത് ഇതിനൊന്നും കൊല്ലാൻ പാടില്ല. എരുമ, പോത്തിനെയൊക്കെ കൊല്ലാൻ പാടില്ലാത്ത നിയമങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടെന്നുള്ളതാണ്. ഈവൻ കാശ്മീരിലും പ്രശ്നമുണ്ട്. അതൊരു വലിയൊരു, ഒരു രീതിയിലും ഒരു ആനിമൽസിനെയും കൊല്ലാൻ പാടില്ല. അത് യൂസ്ലെസ് ആയാലും. ഇപ്പോൾ ഒരു പാവപ്പെട്ട ഒരു കൃഷിക്കാരൻ, അവന് 2 കാളകളുണ്ട്, ആ കാളകൾക്കൊന്നും വയ്യ, അല്ലെങ്കിൽ അവൻ 2 പശുക്കളുണ്ട്, ഇവൻ അവസാനം വരെ ഇതിനെ തീറ്റിപ്പോറ്റണം, അവന് വിൽക്കാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പക്ഷേ എന്നാലും അവൻ കാളകളെയും പശുക്കളെയും പോറ്റാൻ ബാധ്യസ്ഥനായി മാറുന്നു. ഇതൊരു വലിയ അവസ്ഥയാണ്. ഇപ്പോൾ ഇവരിതിന് പറയുന്ന ഒരു സാധനം ഏതാണ്ട് 30 കോടിയിലധികം പശുക്കൾ തന്നെയുണ്ട് ഇന്ത്യയിൽ. ഇവർ പറയുന്ന ഗോശാല കെട്ടി ഇതിനെല്ലാം പരിരക്ഷിക്കുന്നതാണ്. ഗോശാലകൾ, ഈ ഗോശാലകൾ കെട്ടി എത്ര പശുക്കളെ പരിരക്ഷിക്കാൻ കഴിയും? തമിഴ്നാട്ടിൽ ഗോശാലകളുണ്ട്. പഴനി, തിരുച്ചെന്തൂർ, അതേപോലെയുള്ള അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഗോശാലകളുണ്ട്. ഈ ഗോശാലകളിൽ നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പശുക്കളുടെ കാര്യം ദയനീയമാണ്. പഴനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകീകൃത ഗോശാല ഉണ്ടാക്കി. അതേതാണ്ട് 230 ഏക്കർ എങ്ങാണ്ട് വലിപ്പമുള്ള ഒരു സ്ഥലത്താണ് പശുക്കളെ. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ 9 പശുക്കൾ മാത്രമായി ബാക്കി. അതുകൊണ്ട് 1,10,00,000 രൂപയാണ് 1 വർഷം കൊണ്ട് അതിന് വേണ്ടി ചിലവാക്കിയത്. ഈ പശുക്കളൊക്കെ എവിടെ പോകുന്നു? അവിടുത്തെ ഹിന്ദു സംഘടനകൾ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ നിരാഹാരമൊക്കെ കിടക്കുന്നുണ്ട്. ഗോശാലകൾ, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട, വലിയ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗോശാലകൾ എല്ലാം തന്നെ പശുക്കൾ നശിച്ചു പോകുന്നു. ആയിരക്കണക്കിന് പശുക്കളുമായിട്ട് തുടങ്ങുന്ന ഗോശാലകൾ 1 വർഷം കഴിയുമ്പോൾ 10 പശു, 5 പശു. ഈ പശുക്കളെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഒന്നാമത് പശുക്കളെ വെറുതെ തുറന്നിട്ട് നല്ല പറ വെയിലത്തങ്ങിട്ടിരിക്കുകയാണ്. ആഹാരം കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. വൈകുന്നേരം ആകുമ്പോൾ മയങ്ങിക്കിറങ്ങി വീഴും. ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യം. തമിഴ്നാട്ടിൽ രാത്രിയിൽ ചില ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗോശാലകളിൽ പശുക്കളെ കൊന്നിട്ട് ആ പശുവിനെ കുഴിച്ചിടാനായിട്ട് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നിടത്ത് വെച്ച് അതിനെ അറുത്ത് അവിടുത്തെ അവർക്ക് കൊടുക്കുന്നതായിട്ടാണ് തെളിവ് സഹിതം. ഞാൻ ആ പുസ്തകത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു വാരിക, ആ വാരിക അത് പുറത്തു കൊണ്ടുവന്ന കാര്യമാണ്. ഒരു മാസത്തെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു. ഈ പശുക്കളെ രാത്രിയിൽ കുഴിച്ചിടാൻ കൊണ്ടുപോകുന്നു, അതിൻ്റെ മാംസം. ഇതൊരു ഗോശാലയിൽ നടക്കുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ കാര്യം രസമാണ്. തമിഴ്നാട്ടിൽ 76 ഈ കൗ സ്ലോട്ടർ നിരോധിച്ചാണ്. പക്ഷേ നിരോധിച്ചെങ്കിലും തമിഴ്നാട്ടിൽ നിയമം നടപ്പിലാക്കപ്പെട്ടിട്ടില്ല യഥാർത്ഥത്തിൽ. അവിടെ 50കളിലെ നിയമമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെ പശുവിനെ യഥാർത്ഥത്തിൽ പശു ഇറച്ചി കിട്ടും. നിങ്ങൾ പശുവിനെ കൊല്ലാനായിട്ട് പോയി ഒരു പശുവിനെ പിടിച്ച് നിർത്തി കൊല്ലാനൊന്നും പോയിരുന്നാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഉള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അത് എത്ര അപ്രായോഗികമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ടീച്ചർ ചോദിച്ചാൽ പശുവിന് മാത്രം എന്താണ് പ്രത്യേകത? ഗുജറാത്തിലെ ധവള വിപ്ലവം നടന്നതെന്ന് പറയുന്നത് ശരിക്കും എരുമപ്പാൽ കൊണ്ടുള്ള വിപ്ലവമാണ്. ഇന്ത്യയിലെ പാലിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 54% എരുമയാണ് നിർവഹിക്കുന്നത്. എരുമയുടെ നിറം കറുത്തതായതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അതൊരു വിശുദ്ധ മൃഗമല്ലാതായി മാറിയെന്ന് കാഞ്ചയലയോ പറയുന്നു. അതാണ് മറ്റേ ആൾ വരുന്നത് ഇതിൻ്റെ പുറത്താണ്. അതാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. എലി വരുന്നത്, മയില് വരുന്നത്. ടീച്ചറെ ഞാൻ എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല. ടീച്ചറുടെ അതേ നിലപാട് തന്നെയാണ് എനിക്കുള്ളത്. ജനഗണമനയെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് എഴുതിയിട്ടുള്ള ആളാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പച്ചക്കുതിര മാസികയിൽ വളരെ കൃത്യമായിട്ട് ജനഗണമനയുടെ അത് ഇന്ത്യൻ ദേശീയതയുമായിട്ടുള്ള ബന്ധവും ആ പാട്ട് പോലും അതിൽ ഇപ്പോൾ ദേശീയ ഗാനത്തെ അപമാനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. കാരണം ജോർജ് മൂന്നാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചക്രവർത്തി ബംഗാൾ വിഭജനം റദ്ദാക്കി ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് രവീന്ദ്രനാഥ് ടാഗോർ 1911 എഴുതിയൊരു പാട്ടാണ് ജനഗണമന എന്നുള്ളത്. ജനഗണമനയിൽ പുകഴ്ത്തുന്നത് ജോർജ് മൂന്നാമനെ ആണ് എന്ന് ഒരുമാതിരി ബോധമുള്ള എല്ലാവർക്കും അറിയാം. അതിനകത്ത് വരികൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഇന്ത്യ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചിട്ട് കൂടിയില്ല. അത് കഴിഞ്ഞ് ദശകങ്ങൾ കഴിഞ്ഞിട്ടാണ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആവശ്യം ഇൻ്റർനാഷണൽ കോൺഗ്രസ് പോലും ഉന്നയിക്കുന്നത്. ജനഗണമനയിൽ ഗോവൻ, പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനകത്ത് പറയുന്ന പഞ്ചാബും സിന്ധുവും ഒക്കെ ഇന്ന് ശരിക്കും പാകിസ്ഥാനിലാണ്. പഞ്ചാബ്, നമ്മളിലൊരു പഞ്ചാബ് ഉണ്ടെങ്കിൽ നല്ല പഞ്ചാബ് അവരയിലാണ്.
വളരെ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1911 രാഷ്ട്രീയ ഭൂപടം, ജിയോഗ്രാഫിക്കൽ എൻറ്റിറ്റിയാണ് ജനഗണമനയിലുള്ളത്. മാത്രമല്ല ടാഗോർ ജനഗണമന എഴുതിയതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം വന്നിട്ടുള്ള പത്രങ്ങളെല്ലാം തന്നെ ചക്രവർത്തിയെ പുകഴ്ത്തിക്കൊണ്ട് ടാഗോർ ഒരു ഗാനം ആലപിച്ചു എന്ന് തന്നെയാണ് വാർത്ത വന്നിട്ടുള്ളത്. വേറെ ഒരു വാർത്തയും വന്നിട്ടില്ല. ആ പത്രങ്ങളൊന്നും മരിക്കുന്നില്ല, അതിപ്പോഴും ഉണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ പാർട്ടി മീറ്റിംഗ് തുടങ്ങുമ്പോൾ പാടിയിരുന്ന ദേശീയഗാനം വന്ദേമാതരമാണ്. വന്ദേമാതരത്തിന് കൽത്തുറങ്കുകളെ പോലും തുറക്കാനായിട്ടുള്ള ദിവ്യശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ടാഗോർ. പക്ഷെ വന്ദേമാതരം ദേശീയ ഗാനമാക്കാനായിട്ടുള്ള ശ്രമങ്ങളിൽ അവിടെയും ഒരു വലിയ കണ്ണിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നെഹ്റുവാണ്. കാരണം ആദ്യഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ മീറ്റിങ്ങിൽ വന്ദേമാതരം ചൊല്ലിക്കൊണ്ട് തുടങ്ങുകയും വന്ദേമാതരം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. വേറെ ഒരു മാതരവും ഇല്ല അവിടെ. ടാഗോർ മരിക്കുന്നത് 41-ലാണ്. 47-ലാണ് ശരിക്കും സ്വാതന്ത്ര്യം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമന തെരഞ്ഞെടുത്തതിൽ ടാഗോറിനെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. ടാഗോർ ജീവിതകാലം മുഴുവൻ ഈ ജനഗണമനയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ കേട്ടിട്ടുള്ള ആളാണ്. കേട്ടപ്പോഴൊന്നും തന്നെ ടാഗോർ അതിന് പ്രതികരിച്ചിട്ടുമില്ല. വർഷങ്ങളോളം, ദശകങ്ങളോളം ടാഗോറിനെതിരെ ആരോപണം ഉണ്ടായിട്ട് അതിന് ടാഗോർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വന്ദേമാതരത്തെ തള്ളിപ്പറയാൻ തുടങ്ങി. വളരെ നല്ല ഗാനമാണ്, വളരെ വിശിഷ്ടമായ ഗാനമാണ് വന്ദേമാതരം, എങ്കിലും അതിനകത്ത് പ്രകടമായിട്ടുള്ള ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ട് എന്ന് ടാഗോർ പറഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ക്യാൻവാസിങ് ഫോർ ഹിസ് ഓൺ സോങ്. അതിൻ്റെ ഒരു വലിയ നീണ്ട ചരിത്രമാണുള്ളത്. കാര്യം ജനഗണമന ഒരിക്കലും ഇന്ത്യയെ പ്രതികരിക്കുന്നില്ല. അതിനായക ജയഹേ എന്നാണ് പറയുന്നത്. ആരെക്കുറിച്ചാണത്? ആരെക്കുറിച്ച് ആരെയാണ് പ്രകീർത്തിക്കുന്നത് പറഞ്ഞപ്പോൾ ടാഗോർ പറഞ്ഞത്, ഞാൻ ദൈവത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വളരെ 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 ദുർബലമായൊരു ആരോപണം. ഒരു സെക്കുലർ കൺട്രിയിൽ ഒരിക്കലും ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്കൊരു ദേശീയ ഗാനം ഉണ്ടാക്കാൻ പറ്റില്ല, അത് സ്വീകരിക്കാനും പറ്റില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ചാണ്, ഞാൻ ചക്രവർത്തിയെക്കുറിച്ചല്ല എന്ന് പറയുന്ന ഒരു കള്ളം അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. ചക്രവർത്തിയെക്കുറിച്ചാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാര്യം അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരും അന്നത്തെ ഇവിടുത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളും ലോക്കൽ ബ്രിട്ടീഷ് ഭരണാധികാരികളും പറഞ്ഞിട്ട് ടാഗോർ എഴുതിയ പാട്ടാണിത്. അല്ല ടാഗോറിന് തോന്നിയിട്ട് എഴുതിയൊന്നുമല്ല. ടാഗോറിന് അതിനുശേഷം നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട്. 1916-ലാണ് ടാഗോറിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. പിന്നെ സർ പദവി കിട്ടുന്നുണ്ട്. 1919 ജാലിയൻ വാലാബാഗിൻ്റെ പ്രതിഷേധം ഇന്ത്യ മുഴുവൻ അലയടിച്ചപ്പോഴും ടാഗോർ ഈ സർ പദവിയിൽ നിന്ന് മാറുന്നില്ല. അപ്പോൾ ജനങ്ങൾ ഒരുപാട് പറയും, നിങ്ങൾ ഇത് എന്തുവാണിത്? അവസാനം പുള്ളി അത് ഉപേക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതല്ല, അത് ആഫ്റ്റർ ലോങ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അതിനുള്ള പ്രതിഷേധത്തിൽ ടാഗോർ ഉപേക്ഷിച്ചു എന്നാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതെങ്കിലും ടാഗോർ ഒരു ഇൻസ്റ്റൻ്റായിട്ട് എടുത്തൊരു തീരുമാനം ആയിരുന്നില്ല. ടാഗോറിൻ്റെ മേളിൽ പ്രഷർ വന്നു. പക്ഷേ ഗീതാഞ്ജലിക്ക് നോബൽ പ്രൈസ് കിട്ടാനായിട്ടുള്ള പ്രധാന കാരണങ്ങളൊന്ന് അത് ഇംഗ്ലീഷിൽ എഴുതിയെന്നുള്ളതും ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ല കവിതയാണ്, വലിയ മഹത്തായ കവിതയാണ്. പക്ഷേ ആ ഒരു ഫാക്ടർ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ലോകം മുഴുവനുള്ള സാഹിത്യകൃതികളിൽ നിന്ന് ഒരു കൃതിക്കാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് കടന്ന് മുന്നിൽ വന്നെങ്കിലേ പറ്റുള്ളൂ. അധികാരി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ കൊളോണിയൽ പവേഴ്സിൻ്റെയൊക്കെ അനുഗ്രഹാശിസുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ W.B. Yeats ആണ് അതിന് ആമുഖം എഴുതിയത്. W.B. Yeats ഒക്കെ ഇന്ത്യയിലെ ഒരു കവിതയ്ക്ക് ആമുഖം എഴുതണമെങ്കിൽ അത് നല്ലതായാൽ മാത്രം പോരാ. നല്ലതാണ്, കവിത നല്ലതാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം, ദേശീയത എന്ന് പറയുന്നത്, ഫാഷിസം എന്ന് പറഞ്ഞാൽ ദേശീയ മതം എന്നാണ് എൻ്റെ അർത്ഥം. ദേശീയത മതമായി മാറുകയാണ് ഫാഷിസത്തിൽ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSSൻ്റെ അവരുടെ ഒരു നിക്കറുണ്ട്, അത് വിദേശിയാണ്. അത് മുസോളിനിയുടെ നിക്കറാണത്. അത് ഇന്ത്യയിൽ ആരും അങ്ങനെ നിക്കറല്ല നമ്മളുടെ ശരിക്കും ധോത്തി അങ്ങനെയുള്ള സാധനം. അതിൻ്റെ ആ വെറി അറ്റയർ, ഈവൻ വടി, ഈ വടി എന്ന് പറയുന്നതും മുസോളിനിയുടെ സാധനമാണ്. ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് RSSൻ്റെ തുടക്കക്കാരും സ്ഥാപക നേതാക്കളും എല്ലാം തന്നെ ഇവിടെ ഇതേപോലെയുള്ള RSS പോലെയുള്ള സംഘടനകളുടെ എൻ്റെ സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. ഉന്നത വംശീയതയിൽ ഇപ്പോഴും പലപ്പോഴും ഈ സംവരണമൊക്കെ വിഷയത്തിൽ RSSൻ്റെ നിലപാടുകൾ പലപ്പോഴും. അപ്പോൾ അവർ ശ്രമിക്കുന്ന ദേശീയത ഒരു മതമാക്കി നിർത്താനാണ്. താങ്കൾ ചോദിച്ചോണം, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ബീയിങ് ഹാപ്പി ബീയിങ് ആൻ ഇന്ത്യൻ.
ഒരു ഇന്ത്യക്കാരനാവുന്നതിൽ സന്തോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും പിറക്കുന്നു, അപ്പോൾ നമ്മളുടെ രാജ്യത്ത് അതിനെക്കുറിച്ച് അധമബോധത്തിൻ്റെ ആവശ്യമില്ല. വളരെ സന്തോഷം. യു ക്യാൻ ഈവൻ ബി പ്രൗഡ് ഓഫ് ബീയിങ് ഇൻ ദാറ്റ് പാർട്ട്. എവിടെയാണെങ്കിലും നിങ്ങൾ പ്രൗഡ് ആവാം. പക്ഷേ അതിൻ്റെ ഒരു അതിര് കവിയുമ്പോൾ അത് മതത്തേക്കാൾ വലിയ അപകടമായിട്ട് മാറുകയാണ്. ദേശീയതയാണ് പലപ്പോഴും ഒന്നാം ലോകമായുദ്ധവും രണ്ടാം ലോകമായുദ്ധവും ഈ ലോകത്തുണ്ടാക്കിയത് ദേശീയതയാണ്. ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് റിസൾട്ട് ഓഫ് എക്സ്ട്രീം നാഷണലിസം. എക്സ്ട്രീം നാഷണലിസം ഒരു മതം ഒരു രാജ്യത്തിനുള്ളിലാണ് അപകടം വിതയ്ക്കുന്നതെങ്കിൽ രാജ്യാന്തരമായി അപകടം വിതയ്ക്കാൻ ദേശീയതയ്ക്ക് കഴിയും. ഒരു രാജ്യം വേറൊരു രാജ്യമായി യുദ്ധം ചെയ്യുമ്പോൾ ആ രാജ്യത്തും ദുരിതം, യുദ്ധം ചെയ്യുന്ന രാജ്യത്തും ദുരിതം. ദേശീയത ഒരു വമ്പിച്ച വിപത്ത് തന്നെയാണ് അതിൻ്റെ അതിരുകൾ കവിയുമ്പോൾ, യാതൊരു സംശയമില്ല. ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെ ഉള്ള ഒരു നിയമം, എഴുന്നേറ്റ് നിൽക്കേണ്ടവർ നിൽക്കട്ടെ എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് ദേശീയ ഗാനം കേൾക്കുമ്പോൾ അത്ര ഭക്തി തോന്നുന്നു, ഗൗരവം തോന്നുന്നു, എഴുന്നേറ്റ് നിന്ന് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുന്നുള്ളെങ്കിൽ ലെറ്റ് ഡു ദാറ്റ്, നോ പ്രോബ്ലം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറയുന്നത് അത് ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അന്തസ്സത്തേക്ക് ചേരുന്ന ഒരു കാര്യമല്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ ദേശീയ ഗാനത്തെ അപമാനിക്കാമോ എന്നുള്ള ചോദ്യം, ആരെയും അപമാനിക്കുന്നില്ല കാര്യമുണ്ടോ? ഞാൻ ഈവൻ ഒരു സിനിമാ ഗാനം പോലും നിങ്ങൾ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ലെസ് സിവിലായിട്ടുള്ള ഒരു സാധനം. ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടെങ്ങാണ് നമുക്കൊരു കാര്യം ചെയ്യാമെന്നല്ലാതെ ആരെയും ഒന്നിനെയും അപമാനിക്കേണ്ടതായിട്ടുള്ള, കരുതിക്കൂട്ടി അപമാനിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിനെ ദൈവീകവൽക്കരിക്കുകയും അതിനെ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അവിടെ ഇപ്പം ഒരു പ്രശ്നം ഉണ്ടായതാണല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാനായിട്ട്. ദേശീയ ഗാനം ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക, ഓക്കെ. പക്ഷേ നിൽക്കുന്നവരെ കൂകി വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ അവൻ്റെ നിലപാടിനെ നിങ്ങൾ പരിഹസിക്കുകയാണ്. അത് ജനാധിപത്യത്തിൽ പലപ്പോഴും അതിരുകളുണ്ടല്ലോ. പലപ്പോഴും നമുക്കൊരു ടെറിട്ടറീസ് ഉണ്ട്. യുവർ ഫ്രീഡം എൻഡ്സ് വെയർ സംബഡീസ് നോസ് ബിഗിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. മറിച്ച് അത് കാണുമ്പോൾ ഇങ്ങനെ ഭക്തി കൊണ്ട് തുള്ളുകയോ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. പശുവിനെതിരെയുള്ള നമ്മളുടെ പ്രതികരണം, ഞാൻ രാഷ്ട്രീയപരമായിട്ട്, യു ആർ ആസ്കിങ് മീ എ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഐ സേ. പലപ്പോഴും സോറി, ഞാൻ ഇരുത്തിയല്ല, ഞാൻ ഇരിക്കാൻ, സോറി, അല്ല, എനിക്കൊരു അധ്യാപകനായതുകൊണ്ട് ഇരിക്കാൻ പറയുന്ന ഒരു സ്വഭാവമുണ്ട് കേട്ടോ. അതെ, സോറി, ഒരു ഒക്കുപ്പേഷണൽ ഇതാണ്. പലപ്പോഴും ഞാനൊരു ഉദ്ദേശം, ഈ വിശ്വാസം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒരു വലിയ അപകടം ഇതാണ്. നിങ്ങളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടുക ചെയ്യുക. ഇപ്പോൾ നമ്മൾ മതേസ്നാനത്തെക്കുറിച്ച് തന്നെ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്. മതേസ്നാനം ബ്രാഹ്മണൻ്റെ എച്ചിലിൽ ദളിതൻ കിടന്ന് ഉരുളുമ്പോൾ അവന് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനെതിരെ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും എല്ലാം പോയി പ്രസംഗിച്ചപ്പം അടുത്ത വർഷം അതിൻ്റെ 3 ഇരട്ടി ആളുകൾ അവിടെ ചെല്ലുന്നുണ്ട്. The faith is something that you cannot suppress, repress, compress or oppress. And if you do that, it will come back like a spring. Like that. Because it's emotional, it's senseless, it's without logic. വിശ്വാസത്തിന് അങ്ങനെ വിശ്വാസ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടമാണ് എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഞാനൊരു രാഷ്ട്രീയ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങൾക്ക്. നരേന്ദ്രമോദി ഗുജറാത്തിൽ ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി, അതാണ് പൊതുവിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിഗമനം, തെളിവുകളും വെച്ച് അവിടെ കലാപം നടക്കുമ്പോൾ ലോകം മുഴുവൻ നരേന്ദ്രമോദിയെ പഴിക്കുമ്പോഴും ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നു നരേന്ദ്രമോദി. കാര്യം ലോകം മുഴുവൻ പഴിച്ചാലും ഈ ജനം എനിക്ക് വോട്ട് ചെയ്യും. ഓരോ ഇലക്ഷൻ കഴിയും തോറും മോദിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു. ലോകം മുഴുവൻ എതിർക്കുകയാണ്, മാധ്യമങ്ങൾ എതിർക്കുകയാണ്, മറ്റു പാർട്ടികൾ എതിർക്കുകയാണ്. പിന്നെ അവിടെ കോൺഗ്രസ് ചെയ്ത എന്താണെന്നറിയോ? കോൺഗ്രസ് സ്ഥിരമായിട്ട് അധികാരത്തിലിരുന്ന ഒരു 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 മാധവ് സിംഗ് സോളങ്കിയുടെയൊക്കെ കാലഘട്ടം. അങ്ങനെ ഒരു സ്റ്റേറ്റിലാണ് കോൺഗ്രസ്സിന് ഈ ഒരു വലിയൊരു കൺസോളിഡേഷനെ ഫേസ് ചെയ്യേണ്ടി വന്നത്. ന്യൂനപക്ഷത്തിൻ്റെ വോട്ടിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആയിട്ടുള്ള കോൺഗ്രസ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന കാലഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പോക്കറ്റുകളിൽ പ്രചരണത്തിന് പോലും പോയിട്ടില്ല എന്നുള്ളതാണ്. They haven't even conducted any propaganda during the election campaign. മുസ്ലിങ്ങളുടെ വോട്ട് ചോദിക്കാൻ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ കരയുന്ന പറഞ്ഞു. ഇവിടെ ആരും വോട്ട് ചോദിക്കാൻ വരുന്നില്ല, ഒരു മുസ്ലിങ്ങളുടെ കൂടെ ആണ് എന്നുള്ള ഒരു ധാരണ പുറത്തു വരാൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ആക്ച്വലി
ഒപ്പോസ് ചെയ്തൊരു സാധനമാണ്. അതാണ് ഒരു ഈ വിശ്വാസപരമായ കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഡേഞ്ചറസ് ആണത്. നിങ്ങളതിനെ എതിർക്കുകയും ഈ ബീഫ് പ്രൊട്ടസ്റ്റൊക്കെ അൾട്ടിമേറ്റ് അനാലിസിസ്, നിങ്ങളുടെ ചോദ്യം വളരെ ഞാൻ ബഹുമാനിക്കുന്ന ചോദ്യം. പക്ഷെ കേരളത്തിൽ അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാണ്. പക്ഷേ എന്താണ് ഇതിനകത്ത് പറയാം? പശുവിനെ കൊല്ലരുതെന്ന് അവർ പറയുന്നു. കുറേ എണ്ണം പശുവിനെ കൊന്നേ മതി, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് മാറുന്നത്, എൻ്റെ ഒരു ടൂൺ മാറുന്നത്. കേരളത്തിൽ അങ്ങനെ വരില്ലായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റിലും ഒരു പാർട്ടിയും ഗോവധ നിരോധന നിയമത്തിനെതിരെ സംസാരിക്കുന്നില്ല? ബംഗാളിലോട്ടെ കുറേ പറയും. ബംഗാളിലൊന്നും അങ്ങനെയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, അവിടെ കൂടുതലും ക്രിസ്ത്യൻ ബെൽറ്റാണ്, അവർ ഈ ഇറച്ചി കഴിച്ചൊരു ശീലമുണ്ട്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, കോൺഗ്രസ് ദേശീയ തലത്തിൽ ഗോവധ നിരോധന നിയമം കൊണ്ടുവരുന്നതിനെ പിന്തുണച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കാൻ പോകുന്നതാണ്. കാരണം ദിഗ്വിജയ് സിംഗ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിഗ്വിജയ് സിംഗ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 സ്റ്റേറ്റുകളിൽ നടപ്പിലാക്കിയതിൽ കൂടുതലും ഞങ്ങളുടെ നേതാക്കളിലും ഞങ്ങളുടെ മന്ത്രിസഭ ഇരുന്നപ്പോഴാണ്. സോ ദേ ആർ ആക്ച്വലി പ്ലീഡിങ് ദാറ്റ് ഞങ്ങളാണിത് ചെയ്തത്, അവരല്ല. കോൺഗ്രസ് വല്ലാത്ത അങ്കലാപ്പിലാണ്. അവരുടെ കയ്യിൽ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരുന്ന പാപ്പവും അല്ലെ കളിപ്പാട്ടവും വേറൊരാൾ വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഹ്വലത കോൺഗ്രസ് നേതാക്കൾ കാണാൻ സാധിക്കും. സോ ദേ ആർ, മാത്രമല്ല ഇത് ഗോവധ നിരോധനം എന്ന് പറയുന്നത് സംഘപരിവാർ ഈ അടുത്തിടെ തിരിച്ചറിഞ്ഞ ഒരു സാധനമാണ്. ഇത് ശരിക്കും കോൺഗ്രസ് സാധനമാണ്. കോൺഗ്രസ് സാധനം എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ്സിൽ ഭൂരിപക്ഷം, അരുൺ പറയുന്നത് ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ പശുവിരുദ്ധർ എത്ര ഉണ്ടായിരുന്നു? വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. അവിടെയാണ് നെഹ്റുവിനെ പോലെയുള്ള ഒരാൾ ചെക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര കരുക്കളുണ്ടെന്ന് പ്രശ്നമല്ല. ആൻഡ് യു വാസ് പുട്ടിങ് എ ചെക്ക് ഓൺ ദാറ്റ് ചെക്ക്. അതാണ് നെഹ്റുവിനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ടാണ് ഇവർ നെഹ്റുവിനെ വിഷമമായിട്ട് കാണുന്നത്. പട്ടേൽ ഒരുപക്ഷെ നമുക്കറിയാവുന്നോണം പട്ടേലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത്. കാരണം സംസ്ഥാന കോൺഗ്രസ് പ്രദേശ് അധ്യക്ഷന്മാരുടെ പിന്തുണ ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് ആവശ്യം വന്നു. ഒരൊറ്റ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ പോലും ജവഹർലാൽ നെഹ്റുവിനെ, അന്ന് പ്രസിഡന്റ് ആവുന്നവൻ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നവൻ പ്രധാനമന്ത്രി ആവുക എന്നുള്ളതാണ്, ഒരാൾ പോലും പിന്തുണച്ചില്ല. മാസീവ് മെജോറിറ്റി ഫോർ പട്ടേൽ ഓൺ ദോസ് ഡേയ്സ്. പക്ഷേ നെഹ്റു പ്രധാനമന്ത്രിയായി. ഒരൊറ്റ ഒരാളുടെ ക്രെഡിറ്റ്, MK ഗാന്ധി. നെഹ്റുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയ ഫുൾ ക്രെഡിറ്റും ഗാന്ധിക്കാണ്. ഫുൾ ക്രെഡിറ്റും. ഈ സമണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ ടു ഗുജറാത്ത്, വിളിച്ചു വരുത്തി പട്ടേലെ നെഹ്റു പ്രധാനമന്ത്രി ആകട്ടെ. പട്ടേൽ അതനുസരിച്ചു. ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള വഴിത്തിരിവുകളാണ്. ഗാന്ധി ഒരു അഭ്യർത്ഥന വെക്കുന്നു, പട്ടേൽ അതനുസരിക്കുന്നു. പട്ടേലിനെ എല്ലാ കോൺഗ്രസ് പ്രൊവിൻഷ്യലായിട്ടുള്ള പ്രദേശ് KPCC അധ്യക്ഷന്മാരുടെ മുഴുവൻ പിന്തുണയുണ്ടായിരുന്ന പട്ടേൽ ഗാന്ധിജിയുടെ വാക്ക് കേട്ട് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ നെഹ്റു പ്രധാനമന്ത്രിയാവും. നെഹ്റുവിൻ്റെ കീഴിൽ പട്ടേൽ ആഭ്യന്തരമന്ത്രിയാവും. നെഹ്റുവും പട്ടേലും തമ്മിൽ ഓരോ ക്യാബിനറ്റിലും ആടിയാണ് നടക്കുന്നത്. വിഷയം ഇതാണ്. പല വിഷയങ്ങൾ. ഒന്ന്, അയാളുടെ ഒരു ഈവൻ PC അലക്സാണ്ടർ ആണെന്ന് ഒരു പുസ്തകമില്ലേ, ആത്മകഥ ഇപ്പോൾ ഇറങ്ങിയത്, PC അലക്സാണ്ടറുടെ ആണെന്ന് തോന്നുന്നു. പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഒരു ക്യാബിനറ്റ് മീറ്റിങ്ങിൽ വെച്ച് നെഹ്റു പട്ടേലിനെ അപമാനിച്ചു. നിങ്ങൾ മുസ്ലിം വിരുദ്ധനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നും പട്ടേൽ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നത്. അത് PC അലക്സാണ്ടർ ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഈ അടുത്തിടെ വായിച്ചതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഈ വിശ്വാസ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ആപൽക്കരമല്ലേ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും കേരളത്തിൽ എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പൊതുവിൽ ഉത്തരേന്ത്യയിലൊന്നും അങ്ങനെ ഒരു രീതി അവർ നടത്തുന്നില്ല. അവർ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ അതും ഇതൊക്കെ പറയുന്നതല്ലാതെ ബേസിക്കലി യെസ് യു ആർ റൈറ്റ്, ഹിന്ദി ചാനലുകളിലും വരുന്നില്ല അവർ. അങ്ങനെ ഒരു വിശ്വാസത്തിനെതിരെ നിൽക്കാനായിട്ടുള്ള ആർജവും കരുത്തും ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിശ്വാസത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നാണ് ഇവിടുത്തെ ഏറ്റവും പുരോഗമന കക്ഷികൾ ഇവരെ പറയുന്നത്, അല്ലേ? ഇന്ന് ഒരുപക്ഷെ സതി നിലവിലുണ്ടായിരുന്നെങ്കിൽ സതിക്ക് വേണ്ടി ഞങ്ങൾ പ്രാണൻ കളയാനായിട്ട് വേണമെങ്കിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കൈപിടിച്ച് നിൽക്കാനായിട്ട് ഇവിടെ ആളുണ്ടായേനെ. ഒരു DYFIക്കാരനാണ് പറയുന്നത്.
അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ തിലകനെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ പശുവിന് വേണ്ടി ഏറ്റവും വൈകാരികമായി സംസാരിച്ച ഒരാളാണ് തിലകൻ. അദ്ദേഹം ചോദിച്ചു, ഡബിൾ സ്റ്റാൻഡേർഡ് ഗാന്ധിക്കുണ്ടായിരുന്നു. ഗാന്ധിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു. അദ്ദേഹം ഒരു വലിയ സത്യസന്ധനായ മനുഷ്യനായിരുന്നു. ഗാന്ധിജിയുടെ ഒരു സത്യസന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അമ്പരപ്പിക്കുന്ന സത്യസന്ധത പല കാര്യത്തിലും. പുള്ളിയുടെ ന്യൂനതകളും തെറ്റുകളും ഒക്കെ തുറന്നു പറയാനായിട്ടുള്ള പുള്ളിയുടെ സാഹിത്യത്തിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. തിലകൻ്റെ ഒരു വലിയ പ്രസ്താവനയുണ്ട്, എന്നെ കൊല്ലൂ, പശുവിനെ വെറുതെ വിടൂ എന്ന് തിലകൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊല്ലൂ, പശുവിനെ വെറുതെ വിടൂ എന്ന് തിലകൻ പറയുമ്പോൾ ഗാന്ധിജി പറയുന്നത്, പൂർണ്ണ സ്വരാജിനേക്കാൾ പ്രധാനമാണ് എനിക്ക് പശുവിൻ്റെ വധം തടയാൻ, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ പ്രധാനമാണ് പശുവിൻ്റെ വധം തടയാൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, ഒരു ഹിന്ദു എന്ന നിലയിൽ, ഞാനത് മുഴുവൻ കൂട്ടിയിട്ട് ആ പുസ്തകം കാറിലിരിക്കുകയാണ്, ഞാൻ അല്ലെങ്കിൽ കോട്ട്സ് എല്ലാം അവിടെ വായിക്കാമായിരുന്നു, ഞാൻ സാധാരണ എല്ലാം എടുത്തുകൊണ്ട് വരികയാണ്, ഇപ്പോൾ ഡോക്ടറെ കാറിലിരിക്കുകയാണ്. ഒരു ഹിന്ദു എന്ന നിലയിൽ പശുവധം തടയുക മാത്രമല്ല, അത് തടയാനായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയം അത് തന്നെ ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പലപ്പോഴും പശുവധം തടയാനായിട്ട് ഗാന്ധിജി പറഞ്ഞൊരു കാര്യം, ഈ പശുവിനെ ശരിക്കും അദ്ദേഹം പശുവിൻ്റെ പാല് കുടിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പശുവിൻ്റെ പാല് കുടിക്കുന്ന പശുവിനെ പീഡിപ്പിക്കലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പാലെടുക്കാനായിട്ട് പശുവിനെ പീഡിപ്പിക്കുന്നു ഗാന്ധിജി പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ ഗാന്ധിജിക്ക് അതിസാരം വന്ന ഒരു കഥയുണ്ട്, ഗാന്ധിജി തന്നെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതിസാരം വന്ന് ഗാന്ധിജിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ അവസരം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കഴിക്കണം, അത് പാല് തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ഇല്ല, ഞാൻ പാല് കഴിക്കത്തില്ല, ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് പാല് കഴിക്കില്ല, ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലാരും കഴിക്കില്ല, അല്ലേ, എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ എൻ്റെ വീട്ടിലാരും കഴിക്കില്ല, ഭാര്യയും മക്കളും പാല് കഴിക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഡോക്ടർക്ക് ഒരു രക്ഷയില്ല, ഇങ്ങനെ മരിച്ചു പോവാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഗാന്ധിജി എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഗാന്ധിയുടെ ഡോക്ടർ പറഞ്ഞു, സാറേ, അത് ഈ പാല് കഴിക്കില്ല എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്നേരം ഗാന്ധിജി പറഞ്ഞു, പാല് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാല്, എരുമപ്പാല്, അങ്ങനെയുള്ള പാലുകൾ ഞാൻ കഴിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്നാൽ ആട്ടിൻപാലായാലോ? ഗാന്ധിജി എഴുതിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കയ്യിൽ വന്ന് ഇടുന്നില്ല കേട്ടോ. അവിടെ ആട്ടിൻപാലായാലോ? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, ആട്ടിൻപാല് കുഴപ്പമില്ല. അങ്ങനെ ഗാന്ധിജി ആട്ടിൻപാല് കഴിക്കുകയും അതിൽ നിന്ന് പുറത്ത് വരികയും ചെയ്ത കാര്യം ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട്. യു ഹാവ് ടു സല്യൂട്ട് ഹിസ് ഓണസ്റ്റി, അല്ലേ? ആ ആട്ടുംപാല് കഴിച്ചതിനകത്ത് പുറത്തു വന്ന കാര്യം ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി അഹിംസയെക്കുറിച്ചുള്ള വാദങ്ങളുമൊക്കെ പലപ്പോഴും ഗാന്ധിജിയുടെ ഒരുപാട് പറയാനാണെങ്കിൽ നല്ലൊരു കേസ് സ്റ്റഡിയാണ് ഗാന്ധിജിയുടെ പ്ലസസും മൈനസസും. പക്ഷെ ഗാന്ധിജി ഈവൻ നെഹ്റുവുമായിട്ട് തന്നെ ഈ ബീഹാറിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ഗാന്ധിജി പറയുന്നുണ്ട്, അത് നിങ്ങൾ അസ്പൃശ്യത അല്ലെങ്കിൽ അയിത്തം ഹീനജാതിക്കാരോട് മോശമായി പെരുമാറിയത് കൊണ്ടാണ് ദൈവം ഭൂമിയെ പിടിച്ച് കുലുക്കിയതെന്ന് ഗാന്ധിജി പറയുന്നു. അപ്പം നെഹ്റു അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയുണ്ടായി, അന്ധവിശ്വാസങ്ങളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അങ്ങ് ഇത്ര വിശ്വാസത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവരെ കൂടുതൽ അന്ധരാക്കുകയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗാന്ധിജി അതിന് പറയുന്ന ന്യായം, ഞാൻ അന്ധർക്കൊരു ഊന്നുവടി കൊടുക്കുകയായിരുന്നു എന്നാണ്. അന്ധരുടെ അന്ധത മാറ്റുകയല്ല, അന്ധത സ്ഥിരീകരിച്ചുകൊണ്ടൊരു ഊന്നുവടി, നടന്നു പോകാൻ എളുപ്പമാണ്, അല്ലേ? ഈ അല്ല, ഗാന്ധിജിയുടെ പൊളിറ്റിക്സിൽ ഈ യുക്തി എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഉണ്ടാവില്ല. ഹി വാസ് ആക്ച്വലി ഈവൻ ചാതുർവർണ്ണയെ ന്യായീകരിച്ച കാര്യത്തിലും ഇവിടെ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സംവാദങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഗോറയുമായിട്ടുള്ള സംവാദങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുവുമായിട്ട് വന്ന് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ആലിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞത്. ആലിലെ ഇലകൾ പല വലിപ്പത്തിലുള്ള ഇലകളാണ്, അത് പ്രകൃതിയിൽ കാണുന്ന ആ വലിപ്പങ്ങളും ആ രൂപഭാവങ്ങളും തന്നെ മനുഷ്യരുടെ ഇടയിലുണ്ട്, പല പല ജാതികളുണ്ട്, അതൊക്കെ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഈ ആലിൻ്റെ ഇലകളെല്ലാം തന്നെ നിങ്ങൾ പിഴിഞ്ഞെടുത്താൽ ചാറിന് ഒരേ നിറമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ഗാന്ധിജിക്ക് വാക്കുകളില്ലാതായിപ്പോയി. അപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയം മതരാഷ്ട്രീയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അത് ഇന്ത്യക്കൊരു ബാധ്യതയായി തീർന്നു എന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും നെഹ്റു ഗാന്ധിജിയുടെ മുന്നിൽ വെച്ച്, ഇതാണ് പറയുന്നൊരു കാര്യം, നെഹ്റു ഗാന്ധിജിയുടെ മുന്നിൽ വെച്ച് പശുക്കളുടെ അവസ്ഥയിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. നെഹ്റു എന്ന് പറയുന്ന ഗാന്ധിജിയുടെ പിക്കാണ്. ആ പിക്കാവാനായിട്ട് ഗാന്ധിജിയോട് വലിയൊരു അനുഭാവം ഉണ്ടായിരുന്നു, ഒരു ആരാധന ഉണ്ടായിരുന്നു നെഹ്റുവിന്.
ഗാന്ധിജിയുടെ പല കാര്യങ്ങളും വളരെ യുക്തിഹീനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ പശുവിൻ്റെ കാര്യത്തിലും ഗാന്ധിജി മരിച്ചതിന് ശേഷം നെഹ്റു പശുവിനെക്കുറിച്ച് പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തിയിട്ടില്ല. 1954 സേത് ഗോവിന്ദ് സിംഗ് ആദ്യം ആര്യ സമാജത്തിൻ്റെ മഹാവീർ ത്യാഗി ഒരു ബില്ല് ആദ്യം കൊണ്ടുവരുന്നത് നെഹ്റു ഇരിക്കുമ്പോൾ തന്നെ. അതൊരു സ്വകാര്യ ബില്ലായിരുന്നു. ഗോവധ നിരോധനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ആര്യ സമാജ് MP ആയിരുന്നു. ഒരു നിർദ്ദലി സ്വതന്ത്രനായിരുന്നു. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഈ ബില്ല് വോട്ടിനിട്ട് കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുമെന്ന് പറയും. നെഹ്റു പറഞ്ഞു വോട്ടിനിട്ട് കഴിഞ്ഞാൽ ഞാൻ രാജിവെക്കുന്നു. അന്ന് ആ ബില്ല് വോട്ടിനിട്ടില്ല. അതിനെക്കുറിച്ച് ചരിത്രപരമായിട്ട് തർക്കങ്ങളുണ്ട്. മഹാവീർ ത്യാഗി അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നോ നെഹ്റു അങ്ങനെ പറഞ്ഞത്. അതേസമയം സേത് ഗോവിന്ദ് സിംഗ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ നെഹ്റു വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ ബില്ല് വോട്ടിനിട്ട് വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അത് റെക്കോർഡിലുള്ള കാര്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യം. മാത്രമല്ല ഈ ബില്ല് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ നാണം കെടുമെന്ന് പരസ്യമായിട്ട് നെഹ്റു പറഞ്ഞു. റിഡിക്കുലസ് എന്നാണ് നെഹ്റു ആ ബില്ലിനെ കുറിച്ച്. അപഹാസ്യമായ ബില്ലാണ്. ഒരു മതേതര രാജ്യത്ത് ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് റിഡിക്കുലസ് ആണെന്നാണ് പറയുന്നത്. പിന്നീട് നെഹ്റു രാജ്യഭീഷണി മുഴക്കുന്നത് 58 അന്ന് എന്താണ് കാരണമെന്ന് ഇപ്പോഴും അറിയത്തില്ല. പുള്ളി പറഞ്ഞത് എനിക്ക് സ്വസ്ഥമായിരിക്കാൻ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യ ആണ് എന്നുള്ളൊരവസ്ഥയാണ്. ഈ ഇന്ദിര ഇന്ത്യ ആണ് എന്ന് പറയുന്നതിന് മുന്നേ നെഹ്റു ഇന്ത്യ ആണെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നെഹ്റു പറയുന്നത് എനിക്ക് സ്വസ്ഥമായിട്ട് പോയി ചിന്തിക്കണം, എനിക്ക് ഈ രാജ്യഭാരം മുഴുവൻ എനിക്ക് പറ്റില്ല. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് പല കാരണങ്ങൾ. അവസാനം MP-മാരൊക്കെ നെഹ്റുവിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അങ്ങ് രാജി തീരുമാനം. ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. അത്ര വലിയ നെഹ്റു ഭക്തിയായിരുന്നു അന്നത്തെ നാഷണലിസ്റ്റ്. അത് നെഹ്റു വലിയൊരു രാഷ്ട്രീയം ഇവിടെ കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അവസാനം നെഹ്റു ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനാലിയിലേക്കൊരു ട്രിപ്പ്, ഹിമാചൽ പ്രദേശിലെ, പിന്നെ കുറേ 2 മാസത്തേക്ക് എനിക്കൊരു വെക്കേഷൻ ലീവ് എടുത്തുകൊണ്ടാണ് നെഹ്റു പോകുന്നത്. അപ്പോൾ നെഹ്റു എന്തുകൊണ്ടാണ് രാജി തീരുമാനം ആദ്യമായിട്ടാണ് എഴുതി വായിക്കുകയാണ്. കോൺഗ്രസ് പാർലമെൻ്ററി മീറ്റിങ്ങിലാണ് അദ്ദേഹം എഴുതി വായിക്കുന്നത്, ഐ വോണ്ട് ടു റിസൈൻ. പല കാര്യങ്ങളും പറയപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് നെഹ്റു ചികിത്സിക്കാൻ പോയാണെന്ന് സംഘപരിവാറുകാർ പറയുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അദ്ദേഹത്തിനെതിരെയുള്ള വ്യക്തിയാക്ഷേപം. പക്ഷേ ഒരു കാരണം പലരും പറയുന്നത് ഈ ഗോവധ നിരോധന വാദികളെ ഒന്ന് അടക്കി നിർത്താനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ 3ാമത്തെ രാജ്യ തീരുമാനം എന്നുള്ള ഒരു സിദ്ധാന്തമാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ ഭരണത്തിൽ തുടർന്നുകൊണ്ട് സ്വന്തം കൂടെ നിൽക്കുന്ന ആളുകളെ എങ്ങനെ സമർത്ഥമായി പ്രതിരോധിച്ചു എന്നുള്ളതാണ് നെഹ്റുവിൻ്റെ ചെക്ക്മേറ്റിൽ വരുന്നത്. അപ്പോൾ ഇന്നും ദേശീയ തലത്തിൽ ഇവിടെ ഒരു ഗോവധ നിരോധന നിയമമോ കേന്ദ്ര ലിസ്റ്റിലേക്ക് ഇത് മാറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ചിന്തയ്ക്ക് എന്തുമാത്രം നീണ്ട ഒരു നിഴലാണ് നെഹ്റുവിൻ്റെ ഇപ്പോഴും. ആ നിഴലിൻ്റെ അവസാനം കാണാനാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് ആൻ എക്സ്റ്റൻഡഡ് ഷാഡോ ദേ വാണ്ടഡ് ടു ഡിസ്പെൻസ് വിത്ത് അറ്റ് എനി കോസ്റ്റ്. അത് ഗാന്ധിയാണ് അത് തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി തിലകൻ്റെ കാര്യത്തിൽ ഓഫ് കോഴ്സ് തിലകൻ ഗണേശോത്സവം തുടങ്ങിയത് ഇതിന് തന്നെയായിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമകളുമായിട്ട് കടലിലേക്ക് ഗണേശനെ. ഇത് തുടക്ക വിശ്വാസരാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരിക്കലും തുടങ്ങിയവന് പിന്നെ അത് പിടിച്ചാൽ കിട്ടത്തില്ല. ജ്യോതിഷത്തിലെ കാര്യമാണ്. ജ്യോതിഷത്തിൽ ഇപ്പോൾ ചൊവ്വാദോഷം ഇല്ലയെന്ന് ജ്യോതിഷികളെല്ലാം കൂടെ നിരന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷികൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിശ്വാസികൾ വരും. ഇവന്മാരെന്തോ ഇവനൊക്കെ എന്തോ പറ്റിയത് വല്ല തല തേങ്ങ വീണമെന്നേ പറയത്തുള്ളൂ. അവരുടെ അനുഭവമാണ്. ചൊവ്വാദോഷമുള്ള ഒരാൾ കെട്ടിയതാ കിടക്കുന്നത്. ഇനി ഇയാൾ പറഞ്ഞാൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയും. ഇതാണ് ഒരു വിശ്വാസ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നം. ഇളക്കിവിടാൻ എളുപ്പമാണ്, പക്ഷെ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിനെതിരെയുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം വളരെ ബുദ്ധിമുട്ടാണ്. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഈ വ്യവസ്ഥയെ എങ്ങനെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിരന്തരം നിങ്ങളോടും നമ്മൾ പരസ്പരം സംവാദിക്കുന്നൊരു കാര്യമാണ്. ഈ വിശ്വാസത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള കാര്യം, ഇറ്റ് കനോട്ട് ബി സപ്രസ്ഡ് ഓപ്രസ് കംപ്രസ്ഡ്. ഒരു പ്രസ്സിങ് നടക്കത്തില്ല. ഇംപ്രസിങ് മാത്രമേ നടക്കുള്ളൂ. പക്ഷെ അത് ഗുണകരമല്ല. ഇംപ്രസ് ചെയ്യാനായിട്ടാണ് ആളുകൾ അപ്പീസ്മെൻറ്റ് നടത്തുന്നത്. സോ ഓൺലി പ്രസ് ദാറ്റ് വർക്ക്സ് വിത്ത് റിലീജിയൻ ഈസ് ഇംപ്രസിങ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പാർട്ടീസ് ആർ ഡൂയിങ് ഇംപ്രസിങ് റിലീജിയൻ. ബാക്കിയൊന്നും നടക്കില്ല. അപ്പോൾ റഷ്യയിൽ തന്നെ അവരതിനെ അടിച്ചമർത്തി കയറി വന്നു. റൊമാനിയ ഇന്ന് കത്തോലിക്ക മതത്തിന് വേരുകളുള്ള രണ്ട് രാജ്യങ്ങൾ പോളണ്ടും റൊമാനിയയാണ്. എങ്ങനെയാണ് അവിടെയും ഇപ്പോൾ ചൈനയിൽ മത സ്വാതന്ത്ര്യം ഇപ്പം പറയാൻ ഈ
സിൻജിയാങ് പ്രവിശ്യയിൽ തന്നെ റംസാന് തന്നെ വിലക്കുകൾ വരുന്നു. ഇത് ആത്യന്തികമായി എന്താ അവിടെ ചെയ്യുന്നത്? വിശ്വാസി വിചാരിക്കുക അവൻ്റെ എന്തോ വലിയ സാധനം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു, അയ്യോ അവനങ്ങ് കൂട്ടും, അവൻ്റെ വിശ്വാസം കൂട്ടുകയാണ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണവും സാമൂഹിക വിദ്യാഭ്യാസവും കൊണ്ട് മാത്രമേ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റൂ. ഇപ്പോൾ സ്വീഡനിലും നോർവേയിലും ഡെൻമാർക്കിലും ഐസ്ലൻഡിലും ഫിൻലൻഡിലും ഒക്കെ മതം തളർന്നതും തകർന്നതും അവിടെ ഈ പറയുന്ന അടിച്ചമർത്തലുകളിലൂടെ ആണ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ എന്ത് അടിച്ചമർത്തലാണ് ഉള്ളത്? മതത്തെ കൂടെ കൊണ്ടുപോവുകയും അതോടൊപ്പം അതിനെ നിരന്തരമായി പരിഷ്കരിക്കാനും നവീകരിക്കാനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നിരന്തരമായ ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൂടെ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അത് ചെയ്താൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഇവിടെ എന്തോ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടി ചെയ്യാതിരുന്നാലോ എന്നുള്ള മറുചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതുകൂടി ചെയ്യാതിരുന്നാൽ എന്താണ്? കൂടുതൽ എളുപ്പമാകും. സ്റ്റിൽ വി ഹാവ് ടു, അല്ലേ, ചെറിയ ചെറിയ പ്രതിരോധങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് നടത്തുക. ഇങ്ങനെ അല്ല, നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പോകാൻ കഴിയും. ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരേ ഒരു വഴി നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കുകയും ആ ചിന്ത സമൂഹത്തിൽ പടർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ശാസ്ത്രത്തിൻ്റെ ചിന്താരീതി, മാനവികതയുടെ ചിന്താരീതി, അങ്ങനെ ഒരു ശ്രമം ഓരോ പൗരനും നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് ചുറ്റുപാടും ഒരു വെളിച്ചം ഉണ്ടാവും, നമ്മൾ നിൽക്കുന്നിടത്തൊരു വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചം ഇങ്ങനെ വലുതായി ഒരു ആഗ്രഹചിന്തയാണെങ്കിലും മോശമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു.